കരം തട്ടിയാൽ വിഫലമാണീ ജീവിതം, തട്ടിയാൽ വിഫലമാണീ ജീവിതം. വ്യസനമാൽ വീളിച്ചിടും ഞാൻ യാ നബി, വ്യഥകളെല്ലാം തീർക്ക് യാ ഖൈറൻ നബി. കൈപിടിക്കാനാരുമില്ല യാ അബീ, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി, ഖുദ് ബിയദി യാ സയ്യിദി ഖൈറൻ നബി. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്, തബാറക്കല്ലാഹ്. പറയുന്ന അതേ അവസരത്തിൽ എന്ത് നമ്മൾ പറയുന്നുണ്ട്? ഒരാള് തഖ്ലീദ് നിലക്ക് ഒരു ഇമാമിനെ വിശ്വസിച്ചു. ഞാൻ അബുൽ ഹസൻ അശ്അരി ഇമാം പറഞ്ഞതൊക്കെ, അബുൽ ഹസൻ അൽ അശ്അരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതൊക്കെ ഞാനത് ഇതിന്റെ വിശ്വാസമായിട്ട് ഞാൻ എടുക്കുന്നു, വിശ്വസിക്കുന്നു എന്ന് ഒരാൾ തെളിവുകളൊന്നും മനസ്സിലാക്കാതെ, അബുൽ ഹസൻ അശ്അരി ഇമാം റഹ്മത്തുള്ളാഹി അലൈഹി വിശ്വാസപരമായ കാര്യത്തിന് പറഞ്ഞതായിരിക്കുന്ന തെളിവുകളൊന്നും പരിഗണിക്കാതെ അബുൽ ഹസൻ അശ്അരി ഇമാമിന്റെ മദ്ഹബിൽ അങ്ങനെയുണ്ട്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ എന്താ അയാൾ വിധി? നമ്മൾ ബലപ്പെട്ട അഭിപ്രായം അനുസരിച്ചുകൊണ്ട് അയാൾ വിശ്വാസി ആകും, കുറ്റക്കാരനാകും എന്നാണോ? വിശ്വാസി തന്നെ ആവുകയില്ല, അയാൾ കാഫറായി പോകും എന്നാണോ? അതല്ല വിശ്വാസി തന്നെയാണ്, കാഫർ ഒന്നാവില്ല, കുറ്റമില്ല എന്നാണ്? ഏതാണ് നിങ്ങൾ ശരിയാ നിങ്ങൾ മനസ്സിലാക്കി വെച്ച അഭിപ്രായം? മനസ്സിലാക്കി വെച്ച കാര്യം നിങ്ങൾ അറിയിക്കും. വിശ്വാസിയാകും പക്ഷേ കുറ്റക്കാരൻ ആകും അല്ലേ? ഇതാണ് ബലപ്പെട്ട അഭിപ്രായം നമ്മൾ പറഞ്ഞത് കേട്ടോ. ഒരാൾ അബുൽ ഹസൻ അശ്അരി ഇമാം തന്റെ അശ്അരി മദ്ഹബായിട്ട് ക്രോഡീകരിച്ചതെല്ലാം ഞാൻ എൻ്റെ വിശ്വാസപരമായ കാര്യങ്ങളായിട്ട് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആളെ വിശ്വാസം ശരിയാകും അല്ലെ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളുടെ വേറെ, അത് മാസൂമാണല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഞാൻ വിശ്വസിക്കുന്നു, നബി തങ്ങൾ പറഞ്ഞതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ആൾ ആരല്ല? യഥാർത്ഥത്തിൽ കുറ്റക്കാരനല്ല. കാരണം നബി തങ്ങൾ തന്നെ ഒരു തെളിവാണ് അല്ലേ? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അന്ധമായി വിശ്വസിക്കാൻ പറ്റുന്ന മാസൂമായ പ്രവാചകനാണ്. അതുകൊണ്ട് തന്നെ നബി പറഞ്ഞതുകൊണ്ട് വിശ്വസിക്കുന്നു, നബി പറഞ്ഞെന്നുള്ളതിന് തെളിവ് എന്ന് രൂപത്തിൽ പറഞ്ഞാൽ അതിന് കുഴപ്പമൊന്നുമില്ല, ആ വിശ്വാസം ശരിയാണ്. നേരെ മറിച്ച് അബുൽ ഹസൻ അശ്അരി ഇമാം തന്റെ കിതാബിൽ രേഖപ്പെടുത്തിയ അല്ലെ അശ്അരി അഖീദയായിട്ട് രേഖപ്പെടുത്തപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ ഞാൻ വിശ്വസിക്കുന്നു എന്നൊരാൾ പറഞ്ഞാൽ മാത്രം പോരാ. എന്ത് വേണം? അയാൾക്ക് അതിന്റെ തെളിവുകൾ കൂടി ഏറ്റവും ചുരുങ്ങിയത് ഓരോ മസലക്കും ഒരു തെളിവുണ്ടെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കിയിരിക്കണം. എന്നാൽ അങ്ങനെ മനസ്സിലാക്കി വെച്ചാൽ അയാളുടെ ഈമാനിനെ പറ്റി അഭിപ്രായ വ്യത്യാസം ഉണ്ടാവില്ല, അയാളുടെ ഈമാൻ ശരിയാണെന്ന് പറയാം. മനസ്സിലായില്ലേ? പിന്നെ ഇന്ന് നമ്മുടെ ചർച്ച അത് തന്നെയാണ്. പക്ഷെ ബഹുമാനപ്പെട്ട ഇമാം അബു അബ്ദുല്ലാഹി സനൂസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായം എന്തെന്നറിയോ? ചിന്തിക്കുക എന്നുള്ളത് ഈമാൻ ശരിയാവാൻ ഷർത്താണ് എന്നാണ് പറഞ്ഞത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അതാണ് പറഞ്ഞു വെച്ചത്. നമ്മൾ 3 അഭിപ്രായ വിഷയത്തിലുണ്ട്. ഒരു കൂട്ടർ എന്താ പറയുന്നത്? ശരിക്കും മനസ്സിലാക്കിക്കോളൂ, നമ്മൾ ഇന്നത്തെ വിഷയങ്ങളൊക്കെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെയാണ്. ജംഹൂറും പറയുന്നത് എന്താ? പിന്നെ ഒരാൾ ചിന്തിക്കാൻ കഴിവുണ്ടായിട്ട് അയാൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അതേ അവസരത്തിൽ അയാൾ ഏതോ ഒരു ഇമാമിനെ പിൻപറ്റിയാണ്, ഉദാഹരണം അബുൽ ഹസൻ അശ്അരി ഇമാമിനെ പിൻപറ്റിയാണ് ജീവിച്ചത്, അയാളെ തഖ്ലീദ് ചെയ്തു. അശ്അരി മദ്ഹബിലെ വിശ്വാസങ്ങളൊക്കെ തഖ്ലീദ് ചെയ്താണ് വിശ്വസിച്ചു. എന്നാൽ അവിടെ പറയുന്നത് അവൻ വിശ്വാസി തന്നെയാകുന്നു, കുഴപ്പമൊന്നുമില്ല, പക്ഷേ ചിന്തിക്കാത്തത് കൊണ്ട്, തെളിവ് സഹിതം മനസ്സിലാക്കാത്തത് കൊണ്ട് കുറ്റക്കാരനാണ്. എന്നാൽ മറ്റു ചിലർ പറയുന്നത് പിന്നെ അങ്ങനെ ചിന്തിക്കുക എന്നുള്ളത് ഷർത്താകുന്നു, ചിന്തിക്കുക എന്നുള്ളത് വാജിബല്ല. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ എന്താണ്? വാജിബാണ്. അപ്പോൾ നിസ്കാരം പോലെ ഹജ്ജ് പോലെ ഒക്കെ എന്താണ്? വാജിബാ കാര്യമാണ് ചിന്തിക്കുക, തെളിവുകളെ സംബന്ധിച്ച് മനസ്സിലാക്കുക എന്നുള്ളതൊക്കെ. എന്നാൽ ഈ രണ്ടാമത്തെ അഭിപ്രായം എന്താ പറയുന്നത്? അങ്ങനെ ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ളത് അത് അതിൻ്റെ നിബന്ധനയാകുന്നു, ഷർത്താകുന്നു. ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഒരാൾക്ക് എന്ത് കിട്ടൂല? മാരിഫത്ത് കിട്ടൂല. അതുകൊണ്ട് തന്നെ അവൻ്റെ ഈമാൻ ശരിയാവില്ല. എന്നാൽ വേറെ കൂട്ടർ എന്താ പറയുന്നത്? ഷെയ്ഖ് ആരിഫ് ബില്ല, ഇബ്നു അബി ജംറ, അബു ഹാമിദ് അൽ ഖസാലി, ഇമാം ഖുശൈരി തുടങ്ങിയതായിരിക്കുന്ന ആളുകളൊക്കെ പറഞ്ഞെന്താണ്? ചിന്തിക്കുക എന്നുള്ളത് ഒരു പരിപൂർണതയുടെ ഭാഗമായിട്ടാണ് മനസ്സിലാക്കിയാൽ മതി. അത് ഈമാൻ ശരിയാവാനുള്ളതായിരിക്കുന്ന ഷർത്തല്ല. ഈമാൻ ഉണ്ടാകും, പക്ഷേ ഈമാൻ പരിപൂർണത ഉണ്ടാവില്ല എന്നുള്ളൂ ചിന്തിക്കുക എന്നുള്ളത്. അപ്പോൾ ചിന്ത എന്ന് പറയുന്നത് എന്തിനെ ചിന്തിക്കുക? അള്ളാഹുവിനെ കുറിച്ചും അവൻ്റെ
ദാത്തി സിഫാത്തിനെ, അവന്റെ സിഫാത്തുകളെ കുറിച്ചൊക്കെ നിർബന്ധമായ കാര്യങ്ങളെ കുറിച്ചൊക്കെ ചിന്തിച്ച് മനസ്സിലാക്കുക എന്നുള്ളതേ അതെന്താകുന്നു, പരിപൂർണതയുടെ അടയാളമാകുന്നു, നിബന്ധനയാകുന്നു. അതില്ലാന്ന് കരുതിയിട്ട് ഒരാൾ വിശ്വാസിയാവാതിരിക്കൂല. ഇങ്ങനെ 3 അഭിപ്രായമുള്ളത്. അപ്പോൾ ഒരു കൂട്ടർ പറയുന്നത് അയാൾ വിശ്വസിച്ചിട്ടില്ലെങ്കിൽ, ചിന്തിച്ചിട്ടില്ലെങ്കിൽ അയാൾ വിശ്വാസി തന്നെ ആവില്ല, കാഫിർ തന്നെ. ഒരു കൂട്ടർ പറഞ്ഞു ചിന്തിക്കാൻ അർഹതയുണ്ടെങ്കിൽ, ചിന്തിക്കാൻ ആദ്യം പറഞ്ഞ അഭിപ്രായത്തിൽ എല്ലാ ഉമ്മത്തുകളും മുസ്ലിം സമൂഹത്തിൽ അല്ലെങ്കിൽ ഈ ഉമ്മത്തിൽ എല്ലാവർക്കും ചിന്താശേഷിയുണ്ട്. അപ്പൊ അവര് ചിന്തിക്കാതിരുന്നാൽ അവർ മുസ്ലിം തന്നെ ആവൂല. എന്നാൽ രണ്ടാമത്തെ അഭിപ്രായമല്ല, ചിന്തിക്കാൻ കഴിവുള്ളവരും കഴിവില്ലാത്തവർ 2 വിഭാഗമാക്കാണ്. ചിന്തിക്കാൻ കഴിവുള്ളവർ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവർ ഈമാൻ ശരിയാവൂല എന്നാണ് പറയുന്നത്. അല്ല, അവന് ഈമാൻ ശരിയാവില്ല എന്നല്ല, അവൻ കുറ്റക്കാരനാകും. അവൻ ഈമാൻ ശരിയാകും, പക്ഷേ ചിന്തിക്കാൻ കഴിവുണ്ടായിട്ടും ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും. മറ്റൊരു അഭിപ്രായം, ഇത് രണ്ടും എന്തല്ല, നിർബന്ധമില്ല, അത് പരിപൂർണത മാത്രമാകുന്നു. ഇമാം സനൂസി തങ്ങൾ ഈ വിഷയത്തിൽ എവിടെ നിൽക്കുന്നു ചോദിച്ചാൽ നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇമാം സനൂസി റഹ്മത്തുള്ളാഹി അലൈഹി അവസാനം പറഞ്ഞു വെച്ചത് എന്താണ്? ഈമാൻ ശരിയാവാൻ അതോ നോക്കൂ, വൽ ഹക്കുല്ലതി, ഞാനിവിടെ വായിക്കാം, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ലാസ്റ്റ് പറഞ്ഞ വിഷയം. വൽ ഹക്കുല്ലതി യദുല്ലു അലൈഹിൽ കിതാബു വസുന്നത്തു വുജൂബുൻ നദരി സഹീഹി മാ തറദ്ദുദു ഫീ കൗനി ശർത്തൻ ലിസിഹത്തി ഈമാനി ഔലാ. കണ്ടാ, ഖുർആനും ഹദീസും അറിയിക്കുന്നതായ അനുസരിച്ചുകൊണ്ട് സത്യം, ഹക്ക് എന്നുള്ളത് ശരിയായ നിലയ്ക്ക് ചിന്തിക്കൽ നിർബന്ധമാണ്. അത് ഈമാൻ ശരിയാവാൻ ഷർത്താണെന്നോ ഇല്ലെന്നുള്ളതിലേക്ക് നോക്കാതെ, അത് ഈമാൻ ശരിയാവാൻ അത് നിബന്ധനയാണോ അല്ലെന്നുള്ളതിലേക്ക് നോക്കാതെ തന്നെ ചിന്തിക്കൽ നിർബന്ധമാണ്. എന്നാൽ റാജിഹു അന്നഹു ശർത്തുൻ ഫീ സിഹത്തിഹി, ചിന്തിക്കുക എന്നുള്ളത് ഈമാൻ ശരിയാവാൻ ഷർത്താണ് എന്നുള്ള നിലപാടാണ് അവസാനമായിട്ട് പറഞ്ഞു വെച്ചത്. ഇനിയാണ് നമ്മൾ വിഷയത്തിലേക്ക് വരാൻ പോകുന്നത്. ശരിക്കും ശ്രദ്ധിച്ചോളൂ. ഒരാൾ ഈമാൻ ശരിയാവണമെങ്കിൽ അയാൾ ചിന്തിക്കണം. ചിന്തിക്കാതെ അന്ധമായി തഖ്ലീദ് ചെയ്താൽ അയാളെ ഈമാൻ ശരിയല്ല എന്നുള്ള നിലപാടാണ്. പക്ഷേ ആ നിലപാട് നമ്മൾ പറഞ്ഞു, ആ നിലപാട് മുഅ്തമദായ അഭിപ്രായമല്ല. നമ്മുടെ മദ്ഹബിൽ, അശ്അരി മദ്ഹബിൽ ബലപ്പെട്ട അഭിപ്രായം, ചിന്തിക്കാൻ കഴിവുള്ളവൻ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകുമെന്നേ ഉള്ളൂ, അവന്റെ ഈമാൻ കുഴപ്പമൊന്നുമില്ല. പക്ഷെ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞ എന്താണ്? ഒരാൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവൻ ഈമാൻ തന്നെ ശരിയാവൂല, കാരണം അത് ഷർത്താകുന്നു. മനസ്സിലായില്ലേ? വ്യത്യാസം മനസ്സിലായില്ലേ? ഇനി അതിന് മുസന്നിഫ് റഹിമഹുല്ലാഹ് തന്റെ ഈ അഭിപ്രായത്തിന്, ഒരാൾ ചിന്ത മുഖേന അള്ളാഹുവിനെയും അവന്റെ സിഫത്തുകളെ കുറിച്ചൊക്കെ മനസ്സിലാക്കിയാൽ നിർബന്ധമാകുന്നു എന്നുള്ള തന്റെ അഭിപ്രായത്തിന് ഉപോത്ബലകമായിട്ട് ബഹുമാനപ്പെട്ട മറ്റൊരു പണ്ഡിതന്റെ അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ് എന്ന് പറയുന്നതായ മാലിക്കി മദ്ഹബിലെ പ്രഗൽഭനായ ഒരു ആലിമാണ്. അദ്ദേഹത്തിന്റെ കൗലെടുത്ത് ഉദ്ധരിച്ചുകൊണ്ട് അതിന് അദ്ദേഹം ഒരു തെളിവ് നൽകുകയാണ്. നോക്കിയോളൂ, ഞാൻ അതാ പറയുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വഖദ് അസാ ഇബ്നുൽ അറബി ഹാദൽ ഖൗല ബിഅന്നഹു തആല യുലമു ബിതഖ്ലീദി ഇലാ മുബ്തദിഅത്തിൻ. ഇബ്നുൽ അറബി തങ്ങള്, 2 ഇബ്നു അറബി ഉണ്ട് കേട്ടോ. ഇബ്നുൽ അറബി എന്ന് പറഞ്ഞാൽ വേറൊരാളാണ്, ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ വേറൊരാളാണ്. മനസ്സിലാകുന്നുണ്ടോ? 2 ഒരാളല്ല. ഇബ്നുൽ അറബി എന്ന് പറഞ്ഞാൽ ഒരാള്, ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ വേറൊരാൾ. എന്താ വ്യത്യാസം പറഞ്ഞു കൊടുത്ത് നിങ്ങൾക്ക് എന്താ മനസ്സിലായോ? ഇബ്നുൽ അറബി ഒന്ന് ഇബ്നു അറബി അല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ ഇബ്നുൽ അറബി നമ്മൾ ഇവിടെ കൊടുത്തതിൽ ഇബ്നുൽ അറബി അലിഫ്ലാം ഉണ്ട് അല്ലെ? ഇബ്നുൽ അറബി എന്നാണ്. ആ ഇബ്നുൽ അറബി വേറെയാണ്. ഇബ്നു അറബി എന്ന് പറഞ്ഞാൽ അലിഫ്ലാം ഇല്ലാതെ പറയുന്ന ഒരു ഇബ്നു അറബി ഉണ്ട്. മൊഹീദ്ദീൻ ഇബ്നു അറബി, സൂഫിയായ മൊഹീദ്ദീൻ ഇബ്നു അറബിക്കാണ് ഇബ്നു അറബി എന്നാണ് അദ്ദേഹം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്, അലിഫ്ലാം ഇല്ലാതെ. ഇബ്നുൽ അറബി എന്ന് പറയുമ്പോൾ ആരാണ്? അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹ്, വലിയ തഫ്സീറിന്റെയും വലിയ തഫ്സീർ, അതുപോലെ തന്നെ ഒരു അൽ ഖവാസിം എന്ന് പറഞ്ഞതായിരിക്കുന്ന ചരിത്ര ഗ്രന്ഥത്തിന്റെ ഒക്കെ മുസന്നിഫായ രചയിതാവായ ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നുൽ അറബിയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിന് അഖീദയിൽ 3 കിതാബുകളുണ്ട്. അഖീദയിൽ 3 കിതാബുകൾ അദ്ദേഹത്തിന് കൊണ്ട്. അതില് അദ്ദേഹം പറയുന്ന കാര്യമാണ് ഇവിടെ മുസന്നിഫ് തന്റെ വാദത്തിന് അനുകൂലമായി പറഞ്ഞത്. മുസന്നിഫിന്റെ വാദം നാം ശരിക്കും മനസ്സിലാക്കണം. മുസന്നിഫിന്റെ വാദം എന്താണ്? ഒരാളെ ചിന്തിച്ചുകൊണ്ട് തന്നെ, ചിന്ത എന്നുള്ളത് അയാൾക്ക് നിർബന്ധമാണ്. ആൾ ഈമാൻ ശരിയാവണമെങ്കിൽ ചിന്തിച്ചിട്ട് അയാൾ ഇത്തരം വിഷയത്തിലേക്ക് അയാൾ എത്തിപ്പെടണം. അയാൾ വെറും അന്ധമായ തഖ്ലീദ് സമയത്തുന്നാസ് യഖൂലു ഫഖുൽതു, ജനങ്ങളൊക്കെ പറയുന്നത് കേട്ട് ഞാൻ അങ്ങനെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളുടെ വിശ്വാസം അങ്ങനെ ആവാൻ പാടില്ല. നമ്മളൊക്കെ ചിന്തിക്കേണ്ട വിഷയമാണ്. മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത് മുഅ്തമദല്ലെങ്കിലും ഒരു അഭിപ്രായം അങ്ങനെ ഉണ്ടല്ലോ, ചിന്തിക്കേണ്ട വിഷയം. നമ്മളൊക്കെ നമ്മുടെ വിശ്വാസപരമായ കാര്യങ്ങളൊക്കെ തെളിവ് സഹിതം തന്നെയാണോ വിശ്വസിച്ചത് ഇല്ല എന്ന് ചിന്തിക്കാൻ പറ്റിയ സന്ദർഭമാണ്. എല്ലാവരും അവനവന്റെ കാര്യം ചിന്തിക്കുക. മനസ്സിലായില്ലേ? അപ്പോൾ മുസന്നിഫ് പറഞ്ഞ എന്താണ്? ചിന്തിക്കുക എന്നുള്ളത് ഈമാൻ ശരിയാവാൻ ഷർത്താകുന്നു. അതിന് തെളിവ് നൽകാണ് അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുല്ലാഹു അൻഹുവിന്റെ കൗലെടുത്തുകൊണ്ട് ഇവിടെ മുസന്നിഫ് പറയുന്നത്. അപ്പൊ ഞാൻ പറയുന്നതാണ്, ഇബ്നുൽ അറബി എന്ന് പറഞ്ഞാൽ ഇവിടെ 2 പേരെന്താ പറയുക? ഇബ്നുൽ അറബിയും രണ്ടും അന്തരിസുകാരാണ്. പഴയ കോർഡവ കുർത്തുബ എന്ന് പറയുന്ന ഇസ്ലാമിക ലോകത്ത് അറിയപ്പെട്ടിരുന്ന ഇസ്ലാമിന്റെ വിജ്ഞാനത്തിന്റെ ഈച്ചിലമായിരുന്നു കോർഡോവ യൂണിവേഴ്സിറ്റി. കേട്ടിട്ടില്ലേ? പഴയ കാലത്തുള്ള കോർഡോവ ഇന്ന് സ്പെയിനിന്റെ ഭാഗമാണ്. ഇന്ന് അവിടെ മുസ്ലിമീങ്ങളൊക്കെ വളരെ ചുരുക്കം പേര് മാത്രമേ ഉള്ളൂ. അവിടുത്തെ സ്പെയിൻ ഭാഷയിൽ പോലും അറബി പദത്തിന്റെ സ്വാധീനം നമുക്ക്
കണ്ടറിയാൻ സാധിക്കും. എന്തുകൊണ്ട്? അവിടെ മുസ്ലിമുകൾ ഭരിച്ച ഒരു നാട് എന്നുള്ള നിലക്ക്. അപ്പോൾ ഏതായിരുന്നാലും ഇവിടെ ഉദ്ദേശിക്കുന്നത് ഇബ്നുൽ അറബി, അബൂബക്കർ ഇബ്നുൽ അറബി റഹിമഹുള്ളാണ്. ആരല്ല? മുഹ്യിദ്ദീൻ ഇബ്നു അറബി എന്ന് പറയുന്ന സൂഫിയായ അദ്ദേഹത്തെ കുറിച്ചല്ല ഇവിടെ പറയുന്നത്. അപ്പോൾ പോട്ടെ, അവർ തമ്മിൽ ചില വഖദ് അസാ ഇബ്നുൽ അറബി ഹാദൽ ഖൗല ബിഅന്നഹു തആല യുഅലമു ബിത്തഖ്ലീദ് ഇലാ മുബ്തദിഅത്തിൻ. കണ്ടോ, ഇബ്നുൽ അറബി തങ്ങൾ ഏത് ഖൗലിനെ? തഖ്ലീദ് കൊണ്ട് അള്ളാഹുവിനെയും അവന്റെ സിഫത്തുകളെയൊക്കെ അറിയാമെന്ന് പറഞ്ഞ വാചകത്തെ ബിദ്അത്തുകാരാണ് അതിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലാക്കണം, ബിദ്അത്തുകാരാണ് അതിന്റെ ആളുകൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് അപ്പം തഖ്ലീദ് കൊണ്ട് അള്ളാഹുവിനെയും അവനക്ക് നിർബന്ധമാവുന്ന കാര്യങ്ങൾ, പ്രവാചകന്മാർക്ക് നിർബന്ധമാവുന്ന കാര്യങ്ങൾ അറിയുമെന്ന് പറഞ്ഞത് ആരുടെ അഭിപ്രായമാകുന്നു? മുബ്തദികളുടെ അഭിപ്രായമാകുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. വനസ്സുഹു ഫി കിതാബി അൽ മുതവസ്സിത്ത് ഫിൽ ഇഅ്തിഖാദ്, തന്റെ 3 കിതാബിൽ നിന്ന് അൽ മുതവസ്സിത്ത് എന്ന് പറയുന്ന കിതാബ് കബീർ ഉണ്ട്, കിതാബ് സഗീർ ഉണ്ട്, കിതാബ് മുതവസ്സിത്ത് ഉണ്ട്. മനസ്സിലായില്ലേ? കിതാബ് കബീർ, കിതാബ് സഗീർ, കിതാബ് മുതവസ്സിത്ത്. അൽ മുതവസ്സിത്ത് എന്ന് പറയുന്ന അൽ മുതവസ്സിത്ത് ഫിൽ ഇഅ്തിഖാദ് ഒക്കെ അഖീദന്റെ വിഷയം തന്നെ. ബഹുമാനപ്പെട്ടവരുടെ ഈ 3 കിതാബും അഖീദയിൽ തന്നെ രചിക്കപ്പെട്ടതാണ്. അതിൽ പറയുന്ന അൽ മുതവസ്സിത്ത് എന്ന് പറയുന്ന തന്റെ അഖീദന്റെ കിതാബിൽ മഹാനവറുകൾ പറഞ്ഞത് എന്താ? ഇൽമു, നിങ്ങൾ അറിയണം. അതാണ് ഈ പറയുന്നത്. ഇൽമു എന്താ മുസ്ലിം പറയുന്നത്? ഇൽമു നിങ്ങൾ അറിയുക. ഇതിനിടയിൽ ദുആ ആലമക്കും അല്ലാഹു തആല നമുക്കൊക്കെ നല്ല തെളിവ് സഹിതം മനസ്സിലാക്കാനുള്ള അവസരം അല്ലാഹു നമുക്ക് നൽകട്ടെ. ഇൽമു അല്ലാഹു തആല നമുക്കൊക്കെ നൽകുമാറാവട്ടെ. മുസന്നിഫ് ദുആ ചെയ്യാം. വഅലമു, നിങ്ങൾ അറിയണം, അന്ന ഹാദൽ ഇൽമൽ മുകല്ലഫ ബിഹി, ഓരോ മനുഷ്യനോടും വിശ്വസിക്കണമെന്ന് കീർത്തിക്കപ്പെട്ടതായിരിക്കുന്ന അറിവ്. ഞാനൊന്ന് വായിച്ചിട്ട് അർത്ഥം വെച്ചിട്ട് നമുക്ക് വിഷയത്തിലേക്ക് വിശദമായി പറയാം. അന്ന ഹാദൽ ഇൽമൽ മുകല്ലഫ ബിഹി, ഈ കീർത്തിക്കപ്പെട്ടതായിരിക്കുന്ന എല്ലാവരും ചെയ്യണമെന്ന് കീർത്തിക്കപ്പെട്ടതായിരിക്കുന്ന ഈ അറിവ് ലാ യഹ്സുലു, അത് ലഭിക്കൂല ലറൂറത്ത് നൽകി, ഒരു ചിന്തയുമില്ലാതെ ഉടനറിവായിട്ട് വിശ്വാസപരമായ കാര്യം ലഭിക്കൂല. അതെല്ലാവർക്കും അറിയാലോ. കാരണം ഉടനറിവായിട്ട് വിശ്വാസപരമായ കാര്യം ലഭിക്കുകയാണെങ്കിൽ ഒരൊറ്റ ആളുകളുണ്ടാവില്ല ഇവിടെ വിശ്വസിക്കാത്തവരായിട്ട്. അപ്പോൾ ഉറപ്പ് തന്നെയാണ്, അത് ചിന്തിച്ചാലേ മനസ്സിലാവുള്ളൂ. ഉടനറിവായിട്ട് ഈ ഇൽമുൽ അഖീദപരമായിരിക്കുന്ന വിഷയങ്ങൾ ലറൂറത്ത് നൽകി ഒരാൾക്ക് ലഭിക്കില്ല. വലാ ഇൽഹാമൻ നൽകി എല്ലാവർക്കും ലഭിക്കില്ല, ചിലർക്കൊക്കെ ലഭിക്കട്ടോ. ഇൽഹാമൻ നൽകി അല്ലാഹു സുബ്ഹാനഹു വ തആല ഹൃദയത്തിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ് അറിവിനാണ് എന്തെന്ന് പറയാം. ഇത് അല്ലാഹു തആല ചൊരിഞ്ഞു കൊടുക്കുന്ന മഹദിയായിരിക്കുന്ന മൂസാ നബിന്റെ ഉമ്മാക്ക് അല്ലാഹു തആല വൗഹൈനാ ഇലാ ഉമ്മി മൂസ, അല്ലേ? മൂസാ നബിയുടെ ഉമ്മയിലേക്ക് നാം വഹി ഇറക്കി, നാം ഉത്ബോധനം നൽകി എന്ന് പറഞ്ഞല്ലോ. അപ്പൊ എന്താ അവിടെ ആ ഇൽഹാം, ആ വഹി എന്താണ്? ഇൽഹാമാണ് അതൊക്കെ. അപ്പോൾ ഇൽഹാം മുഖേന അഖീദന്റെ അറിവ് ലഭിക്കില്ല. കാരണം ഇൽഹാം മുഖേന അറിയിക്കാൻ വെച്ചാൽ അത് എല്ലാവർക്കും, ചിലർക്കൊക്കെ ഉണ്ടാവും, അതിന് വിരോധമില്ല. എല്ലാവർക്കും ഓരോ മുക്കല്ലഫിനും ഇൽഹാം മുഖേന ഇത് ലഭിക്കൂല എന്നുള്ളതും വളരെ വ്യക്തമായ കാര്യമാണ്. അപ്പോൾ ലറൂറത്ത് നൽകും കിട്ടൂല, ഇൽഹാം നൽകും. രണ്ടെണ്ണം നമുക്ക് മനസ്സിലായി. വലാ യസിഹു തഖ്ലീദു ഫീഹി, തഖ്ലീദും അതിൽ ശരിയാവൂല. മനസ്സിലായില്ലേ? ഒരാൾ അന്ധമായിട്ട് എന്ത് ചെയ്യാണ്? തെളിവ് മനസ്സിലാക്കാതെ അബൂ ഹസൻ അശ്അരി ഇമാമിന്റെ അഖീദയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്ന് പറഞ്ഞു. തെളിവെന്താ? തെളിവ് എനിക്ക് നിൽച്ചല്ല എന്ന് പറഞ്ഞു. ഞാൻ അശ്അരി മദ്ഹബിൽ അങ്ങനെ ഉള്ളതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും മനസ്സിലാക്കണം, നമ്മൾ അശ്അരി അഖീദയാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. എന്തുകൊണ്ട് നമുക്ക് തെളിവ് സഹിതം മനസ്സിലാക്കണം. തഖ്ലീദ് ശരിയാവൂല. വലാ യജൂസു യകൂനൽ ഖബറു ഫീഹി തരീഖൻ ഇലൈഹി. ഇനി എന്താ? ഇതൊക്കെ ആരെ കൗലാന്നറിയോ? അബൂബക്കർ റബി റഹിമഹുല്ലാഹിന്റെ കൗല. അപ്പോൾ ഖുർആനും ഹദീസും ഈ ഇൽമു കിട്ടാനുള്ള തരീഖാവാനും പറ്റൂല. എങ്ങനെ? ഖുർആനും ഹദീസും എന്താൻ പാടില്ല? ആ ഇൽമു കിട്ടാനുള്ളതായിരിക്കുന്ന തരീഖ്, അതായത് അള്ളാഹുവിനെ കുറിച്ചും അതുപോലെ പ്രവാചകനെ കുറിച്ചും നിർബന്ധമായ കാര്യങ്ങളുണ്ടല്ലോ, അള്ളാഹുവിനെ കുറിച്ചുള്ള ആ അറിവ് കിട്ടണമെങ്കിൽ അത് ഖുർആനാണെന്ന് പറയാൻ പറ്റില്ല, ഹദീസ് എന്ന് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ഖുർആനും ഹദീസും അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ഒരു ധാരണ ഇല്ലാതെ, അള്ളാഹുവിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ കണ്ടിട്ട് ഒരാൾക്ക് എങ്ങനെയാണ് ഈ പറഞ്ഞത് ഖുർആൻ അള്ളാഹുവിന്റെ കൗലാണെന്ന് അയാൾക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? ഈ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതായ ഒരു കാര്യം, അള്ളാഹുവിന്റെ കൗലാണ് അല്ലെ പ്രവാചകന്റെ കൗലാണ് എന്ന് പറയുമ്പോൾ അള്ളാഹുവിനെയും പ്രവാചകനെ മനസ്സിലാക്കാതെ ഇത് അവരുടെ കൗലാണെന്ന് അങ്ങനെ ഒരാൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക? അപ്പോൾ ഖുർആനും ഹദീസും എന്തല്ല, ഈ ഇൽമുൽ അഖീദ മനസ്സിലാക്കാനുള്ള മാർഗമാവാൻ പാടില്ല. അതും അനുവദനീയം. വൈന്നമ തരീഖു ഇലൈഹി അൻ-നുദുറു, അതിലേക്കുള്ള മാർഗം എന്താകുന്നു? ഇൽമുൽ അഖീദ പഠിക്കാനുള്ള മാർഗം ചിന്തയാകുന്നു. ആദ്യം ചിന്തിക്കണം. എന്താ ചിന്ത എന്ന് പറഞ്ഞാൽ മുസന്നിഫ് പറയുന്നുണ്ട്. അപ്പൊ ചിന്തിച്ചുകൊണ്ടായിരിക്കണം. അള്ളാഹുവിനെ കുറിച്ച് ചിന്തിക്കുന്ന വ്യക്തി അള്ളാഹു ഉണ്ട് എന്ന് കണ്ടെത്തിയാൽ, അള്ളാഹുവിന് ചില സിഫത്തുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തിയാൽ അവൻ ആരാകുന്നു? ഞാൻ പറയട്ടെ, ഈ ഖുർആൻ ഇപ്പോൾ അള്ളാഹു തആലക്ക് നമ്മുടെ മുമ്പിൽ ഖുർആൻ അള്ളാഹുവിന്റെ ഖുർആനാണെന്ന് ഇപ്പൊ എങ്ങനെ മനസ്സിലാക്കുന്നത്? അതിന്റെ ഒരു മാർഗത അള്ളാഹു സുബ്ഹാനഹു വ തആല എന്നുള്ള ഒരു സൃഷ്ടാവ് ഉണ്ട് എന്ന് ആദ്യമാണ് മനസ്സിലാക്കണം. മനസ്സിലാക്കിയിട്ട് അവൻ അറിവുണ്ട്, അവൻ അറിവുള്ളവനാണ്, അവൻ സംസാരിക്കുന്നവനാകുന്നു, അവന്റെ സംസാരത്തിന്റെ ചില ഭാഗമാണ് ഖുർആന്. ഇപ്പോഴല്ലേ ആൾ ഖുർആനാണെന്ന് വിശ്വസിക്കുള്ളൂ. അപ്പൊ ആദ്യം അള്ളാഹു തആലാനെ കുറിച്ച് മനസ്സിലാക്കണം. അവനക്ക് ചില സിഫത്തുകളുണ്ട്, അവൻ അറിവുണ്ട്, അറിവിനനുസരിച്ചുകൊണ്ട് അവന് കലാമുണ്ട്. കലാമുണ്ട് എന്ന് മനസ്സിലാക്കണമെങ്കിൽ യഥാർത്ഥത്തിൽ ബുദ്ധി കൊണ്ടല്ല അള്ളാഹു തആല മുതകല്ലിമാണെന്ന് മനസ്സിലാക്കല്.
അള്ളാഹു മുത്തക്കല്ലിമാണെന്ന് മനസ്സിലാക്കുന്നത് ഖുർആൻ കൊണ്ട് തന്നെ ആയിരിക്കണം. അപ്പോൾ അള്ളാഹു താല മുത്തക്കല്ലിമാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഖുർആൻ വേണം. ഖുർആനാണെന്ന് മനസ്സിലാക്കണമെങ്കിലോ അള്ളാഹിനെ കുറിച്ച് ആദ്യം വിവരം വേണം. അപ്പോൾ തമ്മിൽ ദൗർ വന്ന്, അതായത് പരസ്പരം ബന്ധിതമായി കടന്ന്, മുമ്പ് പറഞ്ഞതുപോലെ. അപ്പോൾ പിന്നെ ഖുർആനും ഹദീസും അള്ളാഹുവിനെ കുറിച്ച് മനസ്സിലാക്കാനുള്ള മാർഗ്ഗമല്ല എന്ന് മുസന്നിഫ് പറയാൻ കാരണം അതാണ്. അല്ലാതെ അത് തെറ്റായ രീതിയിൽ മനസ്സിലാക്കരുത്. അത് മുസന്നിഫ് ശേഷം വിശദീകരിക്കുന്നുണ്ട്. അപ്പം ഈ 4 ഓപ്ഷൻ ഇവിടെ മുസന്നിഫ് തള്ളിക്കളഞ്ഞു. 5ാമത്തെ ഓപ്ഷൻ മാത്രമാണ് മുസന്നിഫ് അംഗീകരിച്ചത്. ഒന്നാമത് തഖ്ലീദ് പാടില്ല, 1. പിന്നെ അത് ഇൽമുൽ അഖീദ തഖ്ലീദ് നിൽക്ക് പിന്നെ വിശ്വസിക്കാൻ പാടില്ല. അതുപോലെ തന്നെ അത് ഒരു ചിന്തയുമില്ലാതെ പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്നതുമില്ല, 2. പിന്നെ ഇൽഹാമ മുഖേന മനസ്സിലാവൂല, 3. പിന്നെ ഖുർആനും ഹദീസും കൊണ്ട്, ഖുർആനും സുന്നത്തും കൊണ്ട് മനസ്സിലാവില്ല, 4. അപ്പൊ ഈ 4 രൂപത്തിലൂടെയും അള്ളാഹുവിനെ കുറിച്ചുള്ള ആയിരിക്കുന്ന ഇൽമ്, മുക്കല്ലഫായ ഇൽമ് ഹാസിലാവൂല. പിന്നെ അതിനുള്ള മാർഗം എന്താണ്? വൈന്നമത്തരീഖു ഇലൈഹി അന്നദുറു. ഉണ്ടോ? വൈന്നമത്തരീഖു ഇലൈഹി അന്നദുറു. അതിലേക്കുള്ള മാർഗം എന്താകുന്നു? അതിലേക്ക് ചിന്ത മാത്രമേ അതിന് ഏക മാർഗമുള്ളൂ എന്നാണ് മുസന്നിഫ് പറയുന്നത്. കണ്ടില്ലേ? വൈന്നമത്തരീഖു ഇലൈഹി അന്നദുറു, ചിന്ത മാത്രമാകുന്നു. പിന്നെ ഇനി എന്താ റസ്മു? എന്താണ് ചിന്ത എന്ന് പറഞ്ഞാൽ? ചിന്ത എന്ന് പറഞ്ഞാൽ ശരിക്കും മനസ്സിലായിക്കോളൂ. എന്താണ് ചിന്ത എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കുറെ പറഞ്ഞല്ലോ, എന്താ ചിന്തിക്കണം. എന്താ ചിന്തിക്കുക എന്ന് പറഞ്ഞാൽ അതൊന്നും മനസ്സിലാക്കണമല്ലോ. റസ്മുഹു, അതിന്റെ റസ്മു, അതിന്റെ യഥാർത്ഥ നിർവചനമല്ല, അതിനെ മനസ്സിലാക്കി തരാൻ അതിന്റെ ചെറിയ ഒരു താൽക്കാലികമായ നിർവചനം. അന്നു അൽ ഫിക്റുൽ മുറത്തബു ഫിൻ നഫ്സി, നമ്മുടെ മനസ്സിൽ പ്രബുദ്ധമായ നിലയ്ക്ക് വരുന്ന ചിന്തയാകുന്നു. അലാ തരീഖിൻ, എങ്ങനെ ചിന്തിക്കണം? ഒരു വഴിയിലൂടെ ചിന്തിക്കണം. യുഫ്ലി ഇലൽ ഇൽമി, ദൃഢജ്ഞാനത്തിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ളതായ നമ്മുടെ മനസ്സിൽ നടക്കുന്ന ഒരു ക്രമപ്രബുദ്ധമായ അല്ലെങ്കിൽ പിന്നെ ക്രമീകരിക്കപ്പെട്ട ഒരു ചിന്തയാകുന്നു. അപ്പൊ അറിവിലേക്ക്, ദൃഢജ്ഞാനത്തിലേക്ക് നയിക്കുന്നതായ ചിന്ത, അവിൽ തന്നെ അല്ലെങ്കിൽ ഏകദേശം ധാരണയിലേക്ക് നയിക്കുന്നതായ പിന്നെ ചിന്തയാകുന്നു നിളിർ എന്ന് പറഞ്ഞാൽ. യുത്തുലബുബിഹി മൻ കാമ, യുത്തുലബുബിഹി, അതുകൊണ്ട് അത് ആ ചിന്ത കൊണ്ട് കരസ്ഥമാകും, തേടപ്പെടുന്ന പറഞ്ഞാൽ ആ ചിന്ത കൊണ്ട് ലഭിക്കും. മൻ കാമ ബിഹി, മൻ ഒരുത്തന്, കാമ ബിഹി, ഇവനിൽ ആ ചിന്ത ഉള്ള ഒരുത്തനിക്ക് ലഭിക്കും. എന്ത് ലഭിക്കും? മൻ കാമ ബിഹി ഇൽമൻ. അപ്പൊ ഇൽമൻ എന്നുള്ളത് മൻ കാമ ബിഹി ഇൽമൻ, ഇവിടെ തമീസായിട്ട്. അപ്പോ ആ ചിന്തയുള്ളവനിക്ക് ഇൽമം ഫിൽ മാലൂമാത്തി ഔ ഗലബത ദന്നി ഫിൽ മദ്നൂനാത്തി, ദൃഢജ്ഞാനം ലഭിക്കുന്ന വിഷയത്തിൽ ദൃഢജ്ഞാനം ലഭിക്കും, അല്ലെങ്കിൽ ഏകദേശം ധാരണ ലഭിക്കുന്ന വിഷയത്തിലാണെങ്കിൽ ധാരണയും ലഭിക്കുന്ന രീതിയിലുള്ള ചിന്ത. ഞാനൊരു ഉദാഹരണം പറയാം. പിന്നെ ചിന്തക്കൊരു ഉദാഹരണം പറയാം. ആ ചിന്ത പ്രകാരം നാം ചിന്തിക്കുമ്പോൾ എന്താണ് പിന്നെ അന്നഹു റസ്മുഹു, ആ ചിന്തയുടെ നിർവചനം അന്നഹു അൽ ഫിക്റുൽ മുറത്തബു ഫിൻ നഫ്സി, മനുഷ്യന്റെ ഹൃദയത്തിൽ ക്രമീകരിച്ച് നടത്തുന്ന ചിന്തക്കാകുന്നു നെളിർ എന്ന് പറയുന്നത്. അലാ തരീഖി യുഫ്ലി ഇലൽ ഇൽമി, അറിവിലേക്ക്, ദൃഢജ്ഞാനത്തിലേക്ക് എത്തിക്കുന്നതായ ചിന്ത, അല്ലെങ്കിൽ ഏകദേശം ധാരണയിലേക്ക് എത്തിക്കുന്നതായ ചിന്ത. ഉദാഹരണം പറയാ, ഈ ലോകം മാറ്റത്തിന് വിധേയമാകുന്നു. ഞാൻ ചിന്തിക്കുന്ന ചെറിയൊരു ഉദാഹരണം പറയുന്നത്, ഈ ലോകം എപ്പോഴും അടിക്കടി മാറ്റത്തിന് വിധേയമാകുന്നു. ഇതാണ് ഇപ്പോൾ ഒരു മുഖദ്ദിമാന്ന് പറയാം, ഒരു മുഖദ്ദിമാണ് എന്നാണ് ഇതിന് പറയാം. എന്താണ് പറഞ്ഞത്? ഈ ലോകം അടിക്കടി മാറ്റത്തിന് വിധേയമാകുന്നു. അടുത്ത പിന്നെ സെന്റൻസ് എന്താണ്? മാറ്റത്തിന് വിധേയമാകുന്നതെല്ലാം അതിനൊരു മാറ്റം വരുത്തുന്ന ആള് നിർബന്ധമാകുന്നു. ലോകം എന്ന് പറയുന്നത് നിർജീവമായ വസ്തുവാണ്. ലോകം ഉദാഹരണം പറയാം, ലോകത്ത് പലതും നിർജീവമായ വസ്തു, ലോകം മൊത്തത്തിൽ മാറിക്കൊണ്ടിരിക്കുന്നതിന് അതിനെ മാറ്റുന്ന ഒരാൾ ആവശ്യമാണ്. അതുകൊണ്ട് ഈ ലോകത്തിനെ അല്ലെങ്കിൽ ഈ പ്രപഞ്ചത്തിനെ ഇല്ലായ്മ നിന്ന് ഉള്ള അവസ്ഥയിലേക്ക് എത്തിച്ചതായ ഒരു സൃഷ്ടാവ് ആവശ്യമാകുന്നു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഈ ഒരു നതീജയിലേക്ക് എത്തുക. ഇതാണ് ചിന്ത. എന്താ പറയാ, രണ്ടും കൂടിയാൽ 4 ആകുന്നു, രണ്ടും കൂടി ചേർത്താൽ 4 ആകുന്നു. അപ്പോൾ അതുപോലെ തന്നെ ഈ 4നെ ഒരു 10 പ്രാവശ്യം നാം പെരുക്കിയാൽ എത്ര കിട്ടും? 4നെ 10 വട്ടം പെരുക്കിയാൽ 40 കിട്ടും. ഇതും നമുക്കെന്താണ്, നമുക്ക് പിന്നെ മനസ്സിലാക്കി വെച്ച ഒരു അറിവാകുന്നു. രണ്ടും കൂട്ടിയാൽ 4 കിട്ടുന്നു എന്നുള്ളത് പെട്ടെന്ന് നമുക്ക് മനസ്സിലാകുന്ന, ലറൂറത്ത് നിലക്ക് മനസ്സിലാകുന്ന ഒരു വിഷയമാണിത്, പെട്ടെന്ന് മനസ്സിലാക്കുന്ന സാധിക്കുന്നതാണ്. എന്നാൽ ചില കാര്യങ്ങൾ എന്തായിരിക്കും അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവാത്തത്. നമ്മൾ മുമ്പൊക്കെ ഒരുപാട് ഉദാഹരണങ്ങൾ ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 2 വിഷയത്തിനും ചിന്ത ഉണ്ടാവാം. അപ്പോൾ രണ്ടും കൂട്ടിയാൽ 4 എന്നുള്ളത് നമുക്ക് അത് ഉറപ്പാണ്. അതാണ് എന്തുകൊണ്ട് പിന്നെ ഈ അതുപോലെ തന്നെ 4 കൂട്ടിയാൽ 8 ആകുന്നു, 8 കൂട്ടിയാൽ 16 ആകുന്നു തുടങ്ങിയതായിരിക്കുന്ന ഒരു ഫലത്തിലേക്ക് നാം എത്തുന്നത്. അതൊക്കെ അതിൽ യാതൊരു സംശയമോ കരുത്തില്ല, യഖീനം നൽകുക ഉറച്ചതായിരിക്കുന്ന ഒരു ഫലമാണ് നമുക്ക് അത് മുഖേന കിട്ടുന്നത്. അപ്പം പിന്നെ
ദൃഢജ്ഞാനമുള്ള വിഷയത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ദൃഢജ്ഞാനത്തിലേക്ക് അവൻ, അതായത് മുഖദ്ദിമ യഖീനാണെങ്കിൽ, നമ്മളൊരു വിഷയത്തിലേക്ക് എത്താൻ വേണ്ടി നാം ഉപയോഗപ്പെടുത്തുന്ന അതിന്റെ ആമുഖങ്ങൾ കുറ്റമറ്റതാണെങ്കിൽ, ഉറപ്പുള്ളതാണെങ്കിൽ അതിന്റെ ഫലവും ഉറപ്പുള്ളത് തന്നെയാണ്. നാം ഒരു വിഷയത്തിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്ന വിഷയത്തിന്റെ ആമുഖങ്ങൾ, അതായത് മുഖദ്ദിമ എന്ന് പറയും, മുഖദ്ദിമകള് എന്തല്ല, അത് ഏറെക്കുറെ ധാരണയേ ഉള്ളൂ, അത് അങ്ങനെ ആവുന്നൊരു ധാരണയേ ഉള്ളൂ എങ്കിൽ അതിന്റെ ഫലവും എന്തായിരിക്കും, ഏകദേശം ധാരണയായിരിക്കും. ഞാനൊരു ഉദാഹരണം പറയാം. ഒരാൾ പറഞ്ഞ്, പിന്നെ ഒരാൾ ഇപ്പോൾ രാത്രി ഇങ്ങനെ നടന്നു പോവാണ്, ഇയാളെ കയ്യിൽ എന്താകുന്നു, ആയുധമുണ്ട്. ആ രാത്രി നടന്നു പോകുന്നതായിരിക്കുന്ന ഒരു സെയ്ദിന്റെ കയ്യിൽ ആയുധമുണ്ട്. ആയുധമുള്ളവരൊക്കെ രാത്രി കാലങ്ങളിൽ ആയുധം വെച്ച് നടക്കുന്നവരൊക്കെ കള്ളന്മാരാകുന്നു, അതുകൊണ്ട് ഇവനും ആരാകുന്നു, കള്ളനാകുന്നു. ഈ പറഞ്ഞത് അത് പിന്നെ ഒരു ദൃഢജ്ഞാനമാണോ അല്ലെങ്കിൽ ഏകദേശ ധാരണയാണോ സുഹൃത്തുക്കളെ? ഇതിപ്പോ ഏകദേശം ധാരണയാണ്. അതായത് ഒരാളെ കയ്യിൽ ഇപ്പോൾ അയാളെ കയ്യിൽ ഒരു ആയുധമുണ്ട്. അപ്പൊ അയാളെ കുറിച്ച് ഒരാൾ പറയാണ്, അയാളുടെ കയ്യിൽ ആയുധമുണ്ട്, രാത്രി കാലങ്ങളിൽ ആയുധവുമായിട്ട് നടക്കുന്നവരൊക്കെ കള്ളന്മാരാകുന്നു, അതുകൊണ്ട് ഈ പോകുന്ന ആൾ കള്ളനാകുന്നു എന്ന് പറഞ്ഞാൽ അത് ധാരണയാണോ അല്ലെങ്കിൽ അത് ഒരു ഖണ്ഡിതമായ അറിവാണോ? ധാരണയാണ് അല്ലേ? അത് ഉറപ്പൊന്നുമില്ല. കാരണം ഒന്നിക്കൊരു ഒരു പക്ഷേ പോലീസുകാരനായിരിക്കാം, അല്ലെങ്കിൽ പാറവാനായിരിക്കാം, അല്ലെങ്കിൽ അയാളെന്തായിരിക്കാം അങ്ങാടിയിൽ രാത്രി കാലങ്ങളിൽ പിന്നെ ഇയാൾ ഈ അവിടുത്തെ സെക്യൂരിറ്റി ആയുധവുമായിട്ട് നടക്കുന്നതാകും. പക്ഷെ ഇയാളുടെ ആ ധാരണ എന്നല്ല എല്ലാ സമയത്തും അത് കറക്റ്റ് ആയിക്കോണമെന്നില്ല. ചിലപ്പോൾ അത് അവിടുത്തെ സെക്യൂരിറ്റിക്കാരനാകാം. അപ്പോൾ രാത്രി സമയങ്ങളിൽ ആയുധവുമായി നടക്കുന്നവൻ കള്ളനാകുന്നു, കൊള്ളക്കാരനാകുന്നു, കവർച്ചക്കാരനാണ് എന്നുള്ളത് ഒരു ഖണ്ഡിതമായിരിക്കുന്ന അറിവല്ല, അത് ഇവരുടെ ഏകദേശം ധാരണയാണ്. അപ്പം നാം ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണെങ്കിൽ അതിന്റെ ആമുഖങ്ങൾ വളരെ ആമുഖങ്ങൾ ഉറച്ചതാണെങ്കിൽ അതിന്റെ ഫലവും ഉറച്ചത് തന്നെയാണ്. അതിൽ ആമുഖങ്ങളിൽ ഇതുപോലെയുള്ളതായിരിക്കുന്ന ധാരണകളാണെങ്കിലോ അതിന്റെ ഫലവും അതിന്റെ നതീജയും ഏകദേശം ധാരണ മാത്രമേ ലഭിക്കുള്ളൂ. ഇതാണ് പറഞ്ഞതിനർത്ഥം. അപ്പൊ നമ്മൾ പറയുകയാണെങ്കിൽ ലോകം പുതുതായിക്കൊണ്ടിരിക്കുന്ന വസ്തുവാണ്. ലോകം എപ്പോഴും ഇങ്ങനെ മാറ്റത്തിന് വിധേയമാകുന്നുണ്ട്. മാറ്റത്തിന് വിധേയമാകുന്ന എല്ലാറ്റിനെയും ഒരു മാറ്റത്തിന് വിധേയമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തി ആവശ്യമാണ്. അതുകൊണ്ട് ഈ ലോകത്തിന് ഒരു ശക്തി ആവശ്യമാണ്. ഇതെന്താണ്? അത് പിന്നെ ലന്നിയല്ല, അത് യക്കീനിയാണ്. അത് നമുക്ക് ഉറപ്പാണ്. ആ കാര്യം ഉറപ്പാണ്. കാരണം ഒരു പ്രവർത്തനം അതിനൊരു പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ഇല്ലാതെ കണ്ടൊരു പ്രവർത്തനം ഉണ്ടാവില്ല, ഒരു ഫയൽ ഇല്ലാതെ കണ്ട് ഫീൽ ഉണ്ടാവില്ല. നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കമ്പ്യൂട്ടർ അത് തന്നാലെ ഉണ്ടായി എന്ന് നാം വിശ്വസിക്കാത്തതുപോലെ അതിന് പിന്നിൽ പ്രവർത്തിച്ച ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ ഏതൊരു പ്രവൃത്തിയാണെങ്കിലും അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു വ്യക്തി ഉണ്ടാവണം. അപ്പം ഇതിപ്പോൾ ഈ പറഞ്ഞിടത്ത് എന്താണ്? ലോകം മാറ്റത്തിന് വിധേയമാകുന്നു. മാറ്റത്തിന് വിധേയമായ എല്ലാറ്റിനെയും മാറ്റം വരുത്തുന്ന ഒരാളും ആവശ്യമാകുന്നു. അതിനാൽ ഈ ലോകത്തിനെ സൃഷ്ടിച്ചതായിരിക്കുന്ന ഒരു സൃഷ്ടാവ് ആവശ്യമാകുന്നു എന്നുള്ള ഈ പറയപ്പെട്ടതായിരിക്കുന്ന ഈ വാക്കുകൾ, ഈ വാചകങ്ങൾ എന്താണ്? അതിന്റെ ഫലം വളരെ ഉറപ്പാണ്. കാരണം അതിലൊന്നും യാതൊരു സംശയ കാര്യത്തില്ല. നമ്മൾ പറഞ്ഞല്ലോ, അക്കങ്ങൾ നമ്മൾ കണക്ക് കൂട്ടിയാൽ കിട്ടുന്ന ഫലം അല്ലേ? 3 4 12 ആകുന്നു. 3നെ 4 നമ്മൾ ഗുണിച്ച് നോക്കുമ്പോൾ 12 ലഭിക്കുന്നു. അതെങ്ങനെയാണിത്? കാരണം 2 4 കൂട്ടിയാൽ 8 ആണ്. അപ്പോൾ 8ലേക്ക് ഒരു 4 കൂടി കൂട്ടിയാൽ 9 10 11 12. അങ്ങനെ ഈ 3 4 കൂട്ടിയാൽ 12 ആകുന്നു എന്നുള്ളത് അതൊരു നതീജയാണ്. ആ ഉത്തരം എന്താണ്? ശരിയാണ്. എന്തുകൊണ്ട് ശരിയായത്? 2 4 കൂട്ടിയാൽ 8 ആകുമെന്നുള്ളത് ഉറപ്പായതുകൊണ്ട് 3 4 കൂട്ടിയാൽ 12 ആകും എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് അല്ലേ? അത് സംശയമില്ലല്ലോ. ഒരു 4നോട് മറ്റൊരു 4 കൂട്ടിയാൽ 8 ആണ് എന്നുള്ളത് ഇയാൾക്കറിയാം. എന്നാൽ അതിൽ ഒരു 4 കൂടി കൂട്ടിയാലോ 12 ആണ് എന്നുള്ളത് ഉറപ്പ് തന്നെയാണ്. കാരണം 2 4 കൂടും 8 ആകുമെങ്കിൽ 3 4 കൂടും 12 ആകും, യാതൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ ഒരു വിഷയത്തിലേക്ക് എത്താൻ നാം ഉപയോഗപ്പെടുത്തുന്ന അതിന്റെ ആമുഖങ്ങൾ അതെന്താണെങ്കിൽ അത് ഖണ്ഡിതമായ ആമുഖങ്ങളാണെങ്കിൽ അതിന്റെ ഉത്തരവും ആമുഖമായിരിക്കും, അതിന്റെ ഫലവും ഖണ്ഡിതമായിരിക്കും. അതല്ല, ആ വിഷയത്തിലേക്ക് നാം ഉപയോഗിക്കുന്ന ആമുഖങ്ങൾ ഏകദേശം ധാരണയുള്ളതാണെങ്കിൽ അതിന്റെ ഫലവും ധാരണയുള്ള. അതാ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞു. ഇനി നോക്കൂ, അതിന്റെ നിർവചനം. ഇത് ചിന്ത എന്ന് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലാക്കാൻ മുസന്നിഫ് പറയാം. അൻഹുൽ ഫിക്റുൽ മുറത്തബു ഫി നഫ്സി, നമ്മുടെ മനസ്സിൽ ക്രമീകരിച്ചു വരുന്ന ചിന്തയാണ്. അലാ തരീഖിൻ, ഒരു രീതിയിൽ. യുഫ്ലി, അത് ചേർക്കും ഇൽമി, ദൃഢജ്ഞാനത്തിലേക്ക് ചേർക്കും. അവിൽ തന്നെ അല്ലെങ്കിൽ ധാരണയിലേക്ക്. അപ്പോൾ രണ്ടും ഫിക്ർ തന്നെയാണ്. ഒന്നിരിക്കൽ ഉറച്ചതായിരിക്കുന്ന ഫലമായിരിക്കും, അല്ലെങ്കിൽ ഏകദേശം ധാരണയായിരിക്കും. യുത്ലബു ബിഹി മൻ ഖാമ ബിഹി ഇൽമൻ, അതുകൊണ്ട് യുത്ലബു ബിഹി എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ആ ചിന്ത കൊണ്ട് ലഭിക്കും. മൻ ഖാമ ബിഹി, ആ ചിന്തിക്കുന്ന ഒരുത്തനിക്ക് ഇൽമി ലഭിക്കും. ഇൽമിനെ താഴെപ്പണിച്ച ഇൽമി ലഭിക്കും. അവർക്ക് ഫിൽ മാലുമാത്തി, നല്ല ദൃഢജ്ഞാനമുള്ള വിഷയത്തിൽ, അതായത് ആമുഖങ്ങൾ ദൃഢജ്ഞാനമുള്ളതാണെങ്കിൽ അവനക്ക് അതിന്റെ ഫലവും എന്തായിരിക്കും? ദൃഢജ്ഞാനമുള്ളതായിരിക്കും. ഔ ഗലബത്തുൽ ദന്നി ഫിൽ മദ്ലൂനാത്തി, ഏകദേശം ധാരണയുള്ളതായിരിക്കുന്ന ആമുഖങ്ങളാണെങ്കിൽ അതിന്റെ ഫലവും എന്തായിരിക്കും? ഏകദേശം ധാരണ തന്നെയായിരിക്കും ലഭിക്കുക എന്ന് മുസന്നിഫ് പറഞ്ഞു. എന്നിട്ട് മുസന്നിഫ് എന്താ പറഞ്ഞത്? വലോ കാന ഹാദൽ ഇൽമു, ഇനി മുസന്നിഫ് പറയാണ്, വലോ കാന ഹാദൽ ഇൽമു, ഇങ്ങനെ ലഭിക്കുന്ന അറിവ് യഹ്സുലു ദറൂറത്തൻ, അത് പ്രത്യേകമായി ചിന്തിക്കാതെ തന്നെ കരസ്ഥമാകുന്നതാണെങ്കിൽ,
ലാദറക്കദാലിക ജമീഉൽ ഉഖലായി, എന്നാൽ ലോകത്തിലെ എല്ലാ ബുദ്ധിമാന്മാർക്കും അത് ലഭിക്കേണ്ടേ? അതാ മുസന്നിഫ് അത് അബൂബക്കർ റളിയല്ലാഹു തആല തന്റെ അൽ കിതാബുൽ മുതവസ്സിത്ത് എന്ന് പറയുന്ന അഖീദ കിതാബിൽ പറഞ്ഞതിനെ മുസന്നിഫ് റഹിമഹുല്ലാഹ് എടുത്തുദ്ധരിച്ചുകൊണ്ട് എന്ത് സ്ഥിരപ്പെടുത്താണ് മുസന്നിഫ്? ചിന്ത കൊണ്ട് മാത്രമേ നമുക്ക് ഈമാൻ ലഭിക്കുള്ളൂ, ചിന്തിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ അള്ളാഹുവിനെ കണ്ടെത്തണം എന്നുള്ള തന്റെ വാദത്തിലേക്ക് മഹാനായ അബൂബക്കർ റളിയല്ലാഹു തആലാന്റെ കിതാബിലെ ഖൗലെടുത്ത് ഉദ്ധരിച്ച് അതിനെ സ്ഥാപിക്കുകയാണ്. അപ്പൊ 5 ഓപ്ഷനാണുള്ളത്. അതിൽ 4ഉം മുസന്നിഫ് ബാത്തിലാക്കി. മൊത്തത്തിൽ എത്ര ഓപ്ഷൻ കൊടുത്തു? 5 ഓപ്ഷൻ കൊടുത്തു. അള്ളാഹു ഇൽമുൽ അഖീദ മനസ്സിലാക്കാൻ 5 ഓപ്ഷൻ മൊത്തത്തിൽ നമുക്ക് 5 ഓപ്ഷനായിട്ട് തിരിക്കാം. അതിൽ 1, 2, 3, 4 മുസന്നിഫ് ബാത്തിലാക്കി. പിന്നെ ഏതാണ് സ്ഥിരപ്പെടുത്തുന്നത്? ഒറ്റൊന്ന് മാത്രമാണ് മുസന്നിഫ് സ്ഥിരപ്പെടുത്തുന്നത്. അതാ നമ്മൾ പറഞ്ഞത്. എന്തൊക്കെയാണ് 4നും? ഇൽഹാമ് കൊണ്ട്. എല്ലാവർക്കും ഇപ്പൊ ഇൽഹാമ് കൊണ്ട് മനസ്സിലാവില്ല, ചില ഔലിയാക്കൾക്ക് മനസ്സിലായെന്ന് വരാം അല്ലേ? ഖിദ്ർ നബി അലൈഹി സ്വലാമിന്, അതുപോലെ പ്രവാചകന്മാർക്കൊക്കെ എന്ത് മനസ്സിലാവും? അള്ളാഹുവിന്റെ സിഫത്തുകളെ കുറിച്ചും മറ്റുള്ള വിഷയങ്ങളെ കുറിച്ചൊക്കെ ഇൽമുൽ അഖീദകളൊക്കെ അവർക്ക് ഇൽഹാമ് കൊണ്ട് വഹി കൊണ്ടൊക്കെ മനസ്സിലായെന്ന് വരാം. പക്ഷെ എല്ലാവർക്കും അത് മനസ്സിലായിക്കോണമെന്നില്ല. അപ്പൊ ഇൽഹാമ് മുഖേന ഇൽമുൽ അഖീദ മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള എല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ള വാദം നിലനിൽക്കുന്നതല്ല. അതുപോലെ തന്നെ എല്ലാവർക്കും ഒരുപോലെ പെട്ടെന്ന് മനസ്സിലാവുന്ന വാദം നിലനിൽക്കില്ല. കാരണം എന്തുകൊണ്ട്? ലോകത്തിൽ അങ്ങനെ എല്ലാവർക്കും ഇൽമുൽ അഖീദ ചിന്തിക്കാതെ തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നതാണെങ്കിൽ ലോകത്തിലെ എല്ലാ ബുദ്ധിമാന്മാരൊക്കെ അത് വിശ്വസിക്കണ്ടേ? ഇല്ല. ഇന്ന് ലോകത്തുള്ള ബുദ്ധിമാന്മാരുടെ അധിക ഭൂരിപക്ഷം ആളുകളും എന്ത് വിശ്വസിക്കുന്നവരല്ല? അള്ളാഹു വിശ്വസിക്കുന്ന, അല്ലെങ്കിൽ അത് ശരിയാ നിലക്ക് വിശ്വസിക്കുന്നവരല്ല എന്ന് നമുക്ക് പറയാൻ നിർബന്ധമായി വരും, പിന്നെ പറയേണ്ടി വരും. മനസ്സിലായില്ലേ? അപ്പം പിന്നെ വലോ കാന ഹാദൽ ഇൽമു യഹ്സുലു ദറൂറത്തൻ, ഈ ഇൽമു യാതൊരു ചിന്തയുമില്ലാതെ കണ്ട് കരസ്ഥമാവുന്നതാണെങ്കിൽ ലാദറക്കദാലിക ജമീഉൽ ഉഖലാ, എല്ലാ ബുദ്ധിമാന്മാരും അതിനെ കണ്ടെത്തേണ്ടിയിരുന്നു. ഔ ഇൽഹാമൻ, അല്ലെങ്കിൽ എല്ലാവർക്കും ഇത് ഇൽഹാമു മുഖേന അള്ളാഹു തആല മനസ്സിൽ ഇട്ട് കൊടുക്കുന്നതായ അത് പിന്നെ ജ്ഞാനം കൊണ്ട് മനസ്സിലാവുന്നതാണെങ്കിൽ അള്ളാഹു തആല ദാലിക, അള്ളാഹു തആല ഈ ഇൽമുൽ അഖീദനെ വെക്കേണ്ടിയിരുന്നു ഫീ ഖൽബി കുല്ലി ഹയ്യിൻ, എല്ലാ മുകല്ലഫിന്റെ ഹൃദയത്തിലും. ഹയ്യ് എന്ന് പറഞ്ഞാൽ ജീവിച്ചിരിക്കുന്ന. ഇൽഹാമ് എന്നുള്ളത് എന്താകുന്നു? അതൊരു തരം ചിന്തിക്കാതെ ലഭിക്കുന്ന ഒന്നാണല്ലോ ഇൽഹാം എന്ന് പറയുന്നത്. മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാവ്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ മാതാവിന് അള്ളാഹു തആല എന്ത് ഇറക്കി? വഹി ഇറക്കി. എന്തിനെ? ആ പിഞ്ചു കുഞ്ഞിനെ, തന്റെ പിഞ്ചു കുഞ്ഞിനെ നൈൽ നദിയിൽ ഒഴിക്കാനായിട്ട് വഹി ഇറക്കി. മൂസാ നബിന്റെ മാതാവിന് എന്ത് ചിന്ത ഉണ്ടായിരുന്നില്ല? അള്ളാഹു തആല എങ്ങനെ വഹി ഇറക്കുമെന്നോ അത് ലഭിക്കുമെന്നുള്ള യാതൊരു ചിന്ത ഉണ്ടായിരുന്നില്ല. അപ്പം ഇൽഹാം എന്നുള്ളതും അള്ളാഹു തആല ഹൃദയത്തിൽ ഇട്ട് കൊടുക്കുക എന്ന് പറഞ്ഞ ഇൽഹാം എന്നുള്ളത് ഒരു തരത്തിൽ പെട്ടെന്ന് ലഭിക്കുന്ന ഇൽമു തന്നെയാണ്. അപ്പോൾ അത് നമ്മൾ എന്താക്കിയിട്ടുണ്ട്? ഇൽഹാമു മുഖേന എല്ലാവർക്കും ഇത് മനസ്സിലാവില്ല എന്നുള്ള കാര്യം നാം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഫൈനൽ ഇൽഹാമ വൈദൻ, വീണ്ടും ഫൈനൽ ഇൽഹാമ നൗ ദറൂറത്തിൻ, ഇൽഹാം എന്നുള്ളതും ഒരു തരത്തിലുള്ളതായിരിക്കുന്ന ഉടനറിവ് തന്നെയാകുന്നു. വഖദ് തന്നെ ദറൂറത്ത, അങ്ങനെ ലഭിക്കും, അങ്ങനെ ഉടനറിവായിട്ട് ഇൽമുൽ അഖീദ ലഭിക്കുമെന്നുള്ള വിഷയം നാം ബാത്തിലാക്കുകയും ചെയ്തു. ഇനി അടുത്തത് അപ്പൊ അങ്ങനെ തന്നെ ഇതിൽ മാറ്റാനൊന്നുമില്ല. വലാ യസിഹു അൻ യുഖാല ഇന്നഹു യൗലമു ബിത്തഖ്ലീദി, വലാ തഖ്ലീദ് കൊണ്ടിട്ട് മനസ്സിലാക്കാൻ കഴിയുമെന്നും പറയാൻ പറ്റൂല. ഇൽമുൽ അഖീദ ഒരാളെ അന്ധമായിട്ട്, തെളിവൊന്നുമില്ലാതെ അന്ധമായിട്ട് അനുകരിച്ചിട്ട് മനസ്സിലാക്കാമെന്ന് പറയാൻ പറ്റൂല. ആരാണ് അങ്ങനെ പറഞ്ഞത്? കമാ കാലത്ത് ജമാഅത്തും മിനൽ മുബ്തദിഅത്തി, വരെ പുത്തൻവാദികളാണ് പറഞ്ഞത്. ഇപ്പൊ കണ്ടില്ല നിങ്ങൾ കേരളത്തിലെ 2, 3 എത്ര ഗ്രൂപ്പ് ഉണ്ടോ, എല്ലാവരും അവർ വിശ്വസിക്കുന്നതൊക്കെ തെളിവ് സഹിതമല്ല. തവസ്സുൽ ഇസ്തിഗാസ ശിർക്കാണെന്നുള്ള എന്ത് തെളിവ് അവർക്കുള്ളത്? ഒരു തെളിവില്ല. അവരുടെ നേതാക്കന്മാർ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് മാത്രം അവർക്ക് ഇന്നേ വരെ അത് ഒരു തെളിവ് സഹിതം സ്ഥാപിക്കാൻ സാധിച്ചിട്ടില്ല. അവർക്ക് തഖ്ലീദാ പറയുന്നത്. ആരാ? ഇബ്നു തൈമിയ്യ അങ്ങനെ മൂപ്പരെ കിതാബിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ ഇബ്നു ഖയ്യിം പറഞ്ഞിട്ടുണ്ട്. അത് ന്യായീകരിക്കാൻ വേണ്ടി ഇല്ലാത്ത ആയത്തും ഹദീസും ഉണ്ടാക്കിയിട്ട് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടി നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ യഥാർത്ഥത്തിൽ പിന്നെ ഇൽമുൽ അഖീദ പിന്നെ തഖ്ലീദ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുള്ളത് ആരുടെ വാദമാകുന്നു? ഒരു വിഭാഗം പുത്തൻ പ്രസ്ഥാനക്കാരുടെ വാദമാകുന്നു. യാതൊരു സംശയക്കാര്യത്തിലില്ല അല്ലേ? അതുപോലെ തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അർശിന് മുകളിൽ കുത്തിരിക്കാണെന്നാണ് ആളുകൾ വിശ്വസിക്കുന്നത്, ഹാബിസത്തിന്റെ ആളുകൾ. മനസ്സിലല്ലേ? അല്ലാഹു തആല കയറും ഇറങ്ങും, അതുപോലെ കൈയുണ്ട് കാലുണ്ട് തുടങ്ങിയതായിരിക്കുന്ന സൃഷ്ടികൾക്കുള്ള ഗുണങ്ങളൊക്കെ അവർ അള്ളാഹുവിനെ വിശേഷിപ്പിക്കുന്നു. ഇതിനെന്താ തെളിവുണ്ട്? ഒരു തെളിവില്ല. പിന്നെ എന്താണ്? അവർ നേതാക്കന്മാർ പറഞ്ഞു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അവർ നേതാക്കന്മാർ അവർ കിതാബിൽ പറഞ്ഞു എന്നുള്ളത് മാത്രം. അപ്പോൾ ഇൽമുൽ അഖീദ അന്ധമായ അനുകരണം കൊണ്ട് അറിയുമെന്ന് പറഞ്ഞതും ശരിയാവൂല. അങ്ങനെ പറഞ്ഞത് കമാ കാലത്ത് ജമാഅത്തുൽ മുബ്തദിഅത്തി, അതും മുബ്തദികളിൽപ്പെട്ടായിരിക്കുന്ന ഒരു വിഭാഗമാണ് അത് പറഞ്ഞിരിക്കുന്നത്. അവരാ പറയുന്നത് പോലെ തഖ്ലീദ് കൊണ്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്തുകൊണ്ട്? ലിഅന്നഹു ലൗ ഉരിഫ ബിത്തഖ്ലീദ്, തഖ്ലീദ് കൊണ്ട് ഇൽമുൽ അഖീദ അറിയാണെന്നുണ്ടെങ്കിൽ ലമാ കാന ഖൗലു വാഹിദി മിനൽ മുഖല്ലിദീന ഔല. അപ്പോൾ മിനൽ മുഖല്ലദീന ലാമിന് ഫത്ഹുണ്ട്. ലമാ കാന ഖൗലു വാഹിദി മിനൽ മുഖല്ലദീന, എന്നാൽ ഇങ്ങനെ തഖ്ലീദ് ചെയ്യപ്പെടുന്നവരെന്ന് ഒരാളുടെയും ഖൗൽ ആവൂലല്ലോ. ഔലാ ബിൽ ഇത്തിബായി, അതിനെ പിന്തുടരാൻ ഏറ്റവും അർഹതയുള്ളതാവൂല. വല്ലിൻഖിയാദിലെ ആ ഒരു കൗലിലേക്ക് അനുസരണ കാണിക്കുന്നത് കൊണ്ടും അർഹമാവൂല മിനൽ ആഖിരി, മറ്റാൾ കൗലിനേക്കാളും. അപ്പം മുഖല്ലദ് എന്ന് പറഞ്ഞാൽ അവിടെ എന്താ? ഒരാൾക്ക് ഇപ്പോൾ തെളിവില്ലാതെ കണ്ടാണ് ആളെ വിശ്വാസപരമായ കാര്യം സ്വീകരിക്കുന്നത്. ആൾക്കിപ്പോൾ ഒരുപക്ഷെ അബുൽ ഹസൻ അശ്ശരി ഇമാമിനെ സ്വീകരിക്കാം, അഹ്ലുസ് സുന്നത്ത് വൽ ജമാഅത്തിന്റെ നേതാവായ അബുൽ ഹസൻ അശ്ശരി ഇമാമിനെ തഖ്ലീദ് ചെയ്യുകയും ചെയ്യാം. നേരെ മറിച്ച് മുഅ്തസിലത്തിന്റെ ഖാദി അബ്ദുൽ ജബ്ബാറിനെ എന്ത് ചെയ്യാം? ആൾക്ക് തഖ്ലീദ് ചെയ്യാം. ഒക്കെ ആളുടെ വീക്ഷണത്തിൽ ഒന്നെ തെളിവ് സഹിതമല്ല ആൾ വിശ്വസിക്കുന്നത്. അയാൾ തെളിവ് സഹിതമല്ല, ആൾ തഖ്ലീദാണ്. തെളിവ് നോക്കിയിട്ടല്ല, അയാൾ ആളെ നോക്കിയിട്ടാണ് വിശ്വസിക്കുന്നത് വെച്ചോളി. അപ്പോൾ ആളെ നോക്കിയിട്ട് ചിലപ്പോൾ അതെന്തായിക്കോണല്ലോ എപ്പോഴും ശരിയായിക്കോണമെന്നില്ല. അപ്പോൾ ചില ആളുകൾ ആരെ കണ്ടെത്തും?
പിന്നെ മുത്തസിലി നേതാവായിരിക്കുന്ന ജുബായിയോട് പിൻപറ്റുന്നവരുണ്ടാവാം. അതവസരത്തിൽ അഹ്ലുസുന്നത്തുൽ ജമാഅത്തിന്റെ നേതാവായിരിക്കുന്ന അബുൽ ഹസൻ ഇസ്ലാമിനോട് പിൻപറ്റുന്നവരുണ്ടാവാം. കാരണം അയാൾക്ക് തെളിവ് സഹിതല്ലേ ആൾ പിൻപറ്റുന്നത്. അപ്പോൾ അയാൾക്ക് ഒന്നിരിക്കൽ അയാൾ എല്ലാ മുഖല്ലദിനെയും പിൻപറ്റേണ്ടി വരും. അയാൾ മുത്തസിലിനെ പിൻപറ്റേണ്ടി വരും, അല്ലെങ്കിൽ അബുൽ ഹസൻ ഇസ്ലാമിനെ പിൻപറ്റേണ്ടി വരും, അബൂ മൻസൂർ മാതുരിദി റഹിമഹുല്ലാഹിനെ പിൻപറ്റേണ്ടി വരും. എല്ലാവരും പിൻപറ്റേണ്ടി വരും. കാരണം അയാൾക്ക് തെളിവൊന്നുമില്ല. തെളിവിനനുസരിച്ചാണ് പിൻപറ്റുന്നത്. അങ്ങനെ ഒരു നിലപാടിലില്ല. അയാൾ തെളിവില്ലാതെ ഒരാളെ അങ്ങോട്ട് പിൻപറ്റാന്നുള്ളൂ. അപ്പോൾ ആ ഒരാളെ പറ്റുകയെന്നുള്ളത് മാത്രം നോക്കുമ്പോൾ എന്താവില്ല, അയാൾക്ക് ആരും പിൻപറ്റാം. ഇന്ന ആളെ എന്തുകൊണ്ട് പിൻപറ്റണം എന്നുള്ള അയാൾക്ക് സ്ഥാപിക്കാൻ കഴിയില്ല. കാരണം തെളിവ് അയാൾക്ക് കഴിയില്ലല്ലോ. അല്ലെങ്കിൽ അയാൾക്ക് തെളിവുണ്ട് പറയാം, ഞാൻ ഇയാളെ പിൻപറ്റാൻ കാരണം അയാളെ അരികിൽ കൂടുതൽ തെളിവാണുള്ളത് എന്ന്. അതുകൊണ്ടാണ് ശരിയായ തെളിവും കാര്യങ്ങളൊക്കെ ഇയാൾ അടുക്കൽ ഉള്ളത് കൊണ്ടാണ് ഞാൻ പിൻപറ്റുന്നതെന്ന് പറയാൻ പറ്റും. പക്ഷേ അയാൾക്ക് അങ്ങനെയുള്ള ഒരു പിൻപറ്റലല്ല, അയാൾ അന്ധമായ അനുകരണമാണ്. അതുകൊണ്ട് ഒന്നിരിക്കൽ അയാൾ എല്ലാവരെയും പിൻപറ്റേണ്ടി വരും, അത് ശരിയാവില്ല. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പിൻപറ്റേണ്ടി വരും, അതും ശരിയാവില്ല. എന്തുകൊണ്ട് ഒരാളെ പിൻപറ്റാൻ, എന്തുകൊണ്ട് ഇയാൾ മാത്രം പിൻപറ്റി മറ്റാൾ പിൻപറ്റില്ല? അതിന് തെളിവ് പറയണല്ലോ, തെളിവാക്കില്ലതാണ്. അപ്പോൾ എങ്ങനെ നോക്കുകയാണെങ്കിലും മുഖല്ലിദ് തഖ്ലീദ് കൊണ്ട് ഈ ഇൽമുൽ അഖീദ ലഭിക്കൂല. കാരണം ഒന്നുകിൽ അയാൾ എല്ലാവരും പിൻപറ്റേണ്ടി വരും, അത് നടക്കൂല. എല്ലാവരും പിൻപറ്റിയാൽ ഒരാൾ അള്ളാഹു തആലാക്ക് ഇൽമു എന്ന് പറയുന്ന ഗുണമുണ്ട് എന്ന് പറയുന്ന ആളായിരിക്കും, മറ്റാൾ അള്ളാഹു തആലാക്ക് ഇൽമു എന്ന് പറയുന്ന ആ ഗുണം ഇല്ല എന്ന് പറയുന്ന മുത്തസിലി വിശ്വാസക്കാരനായിരിക്കും. അപ്പോൾ പരസ്പര വൈരുദ്ധ്യമുള്ള പല ആളുകളെ പിൻപറ്റേണ്ടി വരും. അല്ല ഏതെങ്കിലും ഒരാളെ പിൻപറ്റുന്നതെന്ന് പറഞ്ഞാലോ അപ്പോൾ ചോദ്യം പറയും, എന്തുകൊണ്ട് നിങ്ങൾ ഇയാളെ മാത്രം പിൻപറ്റി? കാരണം മറ്റാൾക്കും തെളിവുണ്ട്, ഇയാൾക്കും തെളിവുണ്ടല്ലോ. അപ്പോൾ ഇയാൾ മാത്രം എന്തുകൊണ്ട് പിൻപറ്റുന്ന ചോദ്യം അവിടെ വരും. അപ്പോൾ ചുരുക്കം പറയുകയാണെന്നുണ്ടെങ്കിൽ മുസ്ലിം റഹിമഹുല്ലാഹ് പറയുന്നത് തഖ്ലീദ് കൊണ്ട് ഒരാൾ ഇൽമുൽ അഖീദയുടെ വിഷയത്തിൽ തഖ്ലീദ് കൊണ്ട് ആരെയും പിൻപറ്റി ജീവിക്കാൻ സാധ്യമല്ല. അങ്ങനെയാണെങ്കിൽ അയാൾ എല്ലാവരും പിൻപറ്റുകൊണ്ട് വരും, അത് നടക്കുന്ന കാര്യമില്ല. ഒരാൾ മാത്രമാണെങ്കിൽ അതും പറ്റൂല. കാരണം എന്തുകൊണ്ട് ഇയാൾ പിൻപറ്റുന്ന ചോദ്യം വരും. അപ്പോൾ അയാൾ മറുപടി വരാൻ തെളിവാണ്, തെളിവുകൊണ്ടാണെങ്കിൽ അവന് തഖ്ലീദല്ലല്ലോ, അവിടെ തഖ്ലീദ് പോയല്ലോ. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ അതിലും വരും. അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ തഖ്ലീദ് കൊണ്ടും ഇവിടെ വിശ്വസിക്കുക എന്നുള്ളത് ശരിയല്ല. അതാ ലമ തഖ്ലീദ് കൊണ്ടും ഇൽമുൽ അഖീദ അറിയാൻ സാധിക്കുമെന്ന് പറയാൻ പറ്റില്ല. കമാ ഖാലത്ത് ജമാഅത്തുൽ മുബ്തദിയത്തി എന്ന് മുബ്തദിപ്പെട്ട വിഭാഗം പറഞ്ഞതുപോലെ തഖ്ലീദ് കൊണ്ടാണ് അറിയുന്നതെങ്കിൽ ലമാ കാന ഖൗലു വാഹിദി മിനൽ മുഖല്ലദീങ്ങളായിരിക്കുന്ന ആളുകളുടെ ഒരാളുടെ വാക്കും ഔലാ ബിൽ ഇത്തിബായി, അത് ഏറ്റവും പിൻപറ്റാൻ അർഹതയുള്ളതാവൂല. വൽ ഇൻഖിയാദിലൈഹി, അതിന് ചെവി കൊടുക്കാനും പിന്നെ അർഹതയുള്ളതാവൂല. മിനൽ ആഖിരി, മറ്റാളെക്കാളും. കൈഫ, എങ്ങനെ? വാക്കുവാലും മുത്ലാദത്തും മുഖ്തലിഫത്തുൻ, ഓരോരുത്തരുടെയും വാക്കുകൾ പരസ്പര വൈരുദ്ധ്യമായതും പരസ്പരം എതിരായതുമാകുന്നു. അപ്പം തെളിവില്ലാത്ത ഒരാൾ പിൻപറ്റാണെങ്കിൽ ഒന്നിരിക്കൽ എല്ലാവരും പിൻപറ്റണം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരാൾ പിൻപറ്റണം. രണ്ട് കോലത്തിലാണെങ്കിലും എന്തുവരും അബദ്ധത്തിലേക്കാണ് വരുന്നത്. അതുകൊണ്ട് തഖ്ലീദ് കൊണ്ടാരും ഇൽമുൽ അഖീദയുടെ കാര്യങ്ങൾ ഗ്രഹിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. ഇനി മുസന്നിഫ് മൂന്നാമത്തെ ഒന്നും കൂടി അതിനെ ബാത്തിലാക്കാണ്. വലാ യജൂസു അയ്ളൻ അയ്യുഖാല വലാ യജൂസു അയ്ളൻ. ഈ മുസന്നിഫ് നാലാമത്തും കൂടി മുസന്നിഫ് പറഞ്ഞിട്ട് അതിനെയും ബാത്തിലാക്കാം. വലാ യജൂസു അയ്ളൻ അയ്യുഖാല ഇന്നഹു യുഅലമു ബിൽ ഖബരി, ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ടാണ് ഞാൻ ഇൽമുൽ അഖീദ പഠിച്ചത് എന്ന് പറയണം. അതുകൊണ്ട് ലിഅന്നമല്ലം യഅലമില്ലാഹ തആല, ലിഅന്നമല്ലം കൈഫാന്നല്ലേ, ഒരു മിനിറ്റ്. വലാ യജൂസു അയ്ളൻ യുഖാല ഇന്നഹു യുഅലമു ബിൽ ഖബരി, ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടുമാണ് ഞാൻ ഇൽമുൽ അഖീദ പഠിക്കുന്നത് എന്ന് പറഞ്ഞാലും ശരിയാവൂല. എന്തുകൊണ്ട്? ലിഅന്നമല്ലം യഅലമില്ലാഹ തആല, അല്ലാഹുവിനെ അറിയാത്ത ഒരുത്തൻ കൈഫ യഅലമു, അവൻ എങ്ങനെ അറിയും? അന്നൽ ഖബർ ഖബർഹു, ഈ ഖബർ അല്ലാഹുവിന്റെ ഖബറാണ്, ഈ വൃത്താന്തം, ഈ കിതാബ് അല്ലാഹുവിന്റെ കിതാബാണ് എന്ന് ഒരാൾക്ക് തന്നെ അറിയാൻ സാധിക്കും. അല്ലാഹുവിനെ തന്നെ അറിയാത്തവന് അല്ലാഹുവിന്റെ കിതാബിനെ അറിയാൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഫസബത അന്ന തരീഖഹു അന്നദുറു, ഈ 4 കാര്യങ്ങളും അത് ഒരിക്കലും നടപ്പിൽ വരില്ല. തഖ്ലീദും പറ്റൂല, ഇൽഹാമു മുഖേന ഇൽമുൽ അഖീദ കിട്ടൂല, അതുപോലെ തന്നെ ളറൂറത്തും നൽകും, ഉടനറിവായിട്ടും ഏത് ലഭിക്കൂല, ഈ ഇൽമുൽ അഖീദ ലഭിക്കൂല. അതുപോലെ തന്നെ 4 പറഞ്ഞല്ലോ, ആ ഖുർആൻ ഹദീസ് കൊണ്ടും നമുക്ക് ഇൽമുൽ അഖീദ ലഭിക്കൂല എന്ന് വന്നാൽ ഫസബത സ്ഥിരപ്പെട്ട അന്ന തരീഖഹു അന്നദുറു, നാം ആദ്യമായിട്ട് ചിന്തിച്ച് അള്ളാഹുവിനെ കുറിച്ചും അവന്റെ സിഫത്തുകളെ കുറിച്ചുള്ള ചിന്ത മുഖേന നാം അള്ളാഹുവിനെ കണ്ടെത്തിയിട്ട് അള്ളാഹു തആലാക്ക് സംസാരിക്കാൻ പറ്റും. അള്ളാഹു തആല എന്തുണ്ട്? അള്ളാഹു തആല ആലിമാകുന്നു, അവന് ഖുദ്റത്തുണ്ട്, അവന് ഇറാദത്തുണ്ട്, തുടങ്ങിയതായിരിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ അവന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അവൻ എന്തും കൂടി മനസ്സിലാക്കാൻ പറ്റും. അവന് ഖുർആനെ പറ്റും, ഹദീസിനെ പറ്റും. ഖുർആൻ ആകുന്നു, ഹദീസ് ആകുന്നു, ഇത് അള്ളാഹുവിന്റെ ഖുർആൻ ആകുന്നു, ഇത് പ്രവാചകൻ ഈ പ്രവാചകൻ അള്ളാഹു തആല നിയോഗിച്ച വ്യക്തിയാകുന്നു, ആ പ്രവാചകന്റെ വാക്കുകളാകുന്നു ഹദീസ് എന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. ആദ്യമായിട്ട് എന്ത് കണ്ടെത്തണം? അവന് അള്ളാഹുവിനെ കുറിച്ച് അറിഞ്ഞിരിക്കണം. അത് ചിന്ത കൊണ്ട് മാത്രമായിരിക്കണം അറിയേണ്ടത്. ചിന്തിച്ചാൽ മാത്രമേ അത് ലഭിക്കുള്ളൂ. അതല്ലാതെ ഖുർആൻ കൊണ്ട് ഹദീസ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നോ, അല്ലെങ്കിൽ ഇൽഹാമ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നോ, അല്ലെങ്കിൽ ഉടനറിവ് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കുമെന്നോ, അല്ലെങ്കിൽ അന്ധമായ അനുകരണം കൊണ്ട് മനസ്സിലാക്കാൻ ഈ 4 ഓപ്ഷനുകളും ബാത്തിലാക്കി ഏതുകൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ? തീർച്ചയായിട്ടും ചിന്ത വേണ്ടതാകുന്നു. ചിന്തിച്ചാൽ മാത്രമേ ഇൽമുൽ അഖീദ മനസ്സിലാവുന്നു എന്നുള്ള കാര്യം മുസന്നിഫ് അവിടെ സ്ഥിരപ്പെടുത്തി. അപ്പോൾ എന്ത് മനസ്സിലായി? അഖീദന്റെ വിഷയത്തിൽ ഇന്നത്തെ കേരളത്തിലെ വഹാബികൾ മൗലവിമാരൊക്കെ ചെയ്തതുപോലെ ഈ വിഷയത്തിൽ അവർക്കിപ്പോൾ ഫിഖ്ഹിന്റെ വിഷയത്തിൽ അവർ മുജ്തഹിദുകൾ, അഖീദന്റെ വിഷയത്തിലോ അവർ തനിച്ച മുഖല്ലിദുകളും. നമ്മൾ അങ്ങനെയല്ല. നമ്മൾ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്താ പറയുന്നത്? അഖീദന്റെ വിഷയത്തിൽ നമുക്ക് എന്ത് വേണം? തഖ്ലീദ് ചെയ്യാൻ പാടില്ല. അവിടെ നമ്മൾ ശരിയായ
ദലീൽ മുഖേന മനസ്സിലാക്കണം. നേരെ മറിച്ചിട്ട് ഫിഖിന്റെ വിഷയത്തിലാണെങ്കിലോ അത് നമുക്ക് ഒരുപാട് വിഷയങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ഒരുപാട് കടമ്പകൾ കഴിയേണ്ടതുണ്ട്. അതിന് അർഹരായിരിക്കുന്ന ആളുകളില്ലാത്തത് കൊണ്ട് അർഹതയുള്ള ആളുകൾ പറഞ്ഞാൽ അത് തഖ്ലീദ് ചെയ്യാന്നുള്ളത് അതിന് യോഗ്യതയില്ലാത്ത ആളുകൾക്ക് നിർബന്ധമാണെന്ന്. ഇതാണ് നമ്മുടെ വിശ്വാസം. മനസ്സിലായില്ലേ? അപ്പോൾ ചുരുക്കം പറയുകയാണെങ്കിൽ 5 രൂപത്തിലൂടെ ഇൽമുൽ അഖീദ മനസ്സിലാക്കാം. ആ 4 രൂപം ഇവിടെ ബാത്തിലാക്കി 5ാമത്തെ ചിന്തയിലൂടെ മാത്രമാകുന്നു ഇൽമുൽ അഖീദ പഠിക്കേണ്ടത് എന്ന ഇമാം അബൂ അബ്ദുല്ലാഹി സനൂസി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അഭിപ്രായമാണ്. പക്ഷേ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താണ്, പിന്നെ ചിന്തിക്കാൻ യോഗ്യതയുള്ള ആള് ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവൻ കുറ്റക്കാരനാകും, ചിന്തിച്ചിട്ടില്ല എന്നുകൊണ്ട് അവൻ മുസ്ലിം ആവാതിരിക്കൂല. ഈ അഭിപ്രായമാണ് വിലപ്പെട്ട അഭിപ്രായം. മുസ്നഫ് ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം, മുസ്നഫ് റഹിമുള്ള ഇപ്പോൾ പറഞ്ഞ അഭിപ്രായം അബൂബക്കർ അറബി റഹിമുള്ളാനോട് പിൻപറ്റിക്കൊണ്ട് തന്റെ വാദത്തിന് അനുകൂലമായി പറഞ്ഞതാണ്. മുഅ്തമദ അഭിപ്രായം ചിന്തിക്കാൻ യോഗ്യതയുള്ള ആൾ ചിന്തിച്ചിട്ടില്ലെങ്കിൽ അവന്റെ ഈമാൻ ശരിയാവുമെങ്കിലും കുറ്റക്കാരനാകുന്നു എന്നുള്ളതാകുന്നു. മനസ്സിലായി? ബഹു അവ്വലുൽ വാജിബാത്ത്. ഇനി അവിടെ നിൽക്കട്ടെ, ഇൻഷാ അല്ലാഹ് ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിൽ എടുക്കാം. ചുരുക്കം പറഞ്ഞാൽ ഇന്നിപ്പോൾ നിങ്ങൾക്ക് പിന്നെ എല്ലാവർക്കും അത്ര അങ്ങോട്ട് സരളമായ നിലക്ക് മനസ്സിലായിക്കോണമെന്നില്ല. അതായത് മുസന്നിഫ് റഹിമുള്ള ഒരു അക്കല് എന്ന നിലക്ക് ബുദ്ധിപരമായ നിലക്ക് പിന്നെ ഏത് വിശദീകരിച്ചതാണ്, ഒരു നിലക്കും നമ്മുടെ ഈമാൻ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അതിന്മേൽ എടുക്കുന്ന രീതി ആവരുത്. ആരെങ്കിലും ഒരാൾ സംശയപ്പെടുത്തിയാൽ സംശയിക്കുന്ന ഒരു വിശ്വാസമായിരുന്നു നമ്മുടെ വിശ്വാസം. ഉറച്ച വിശ്വാസമായിരിക്കണം. ഉറച്ച വിശ്വാസമാണെങ്കിൽ അവന്റെ മനസ്സിന് ബോധ്യപ്പെട്ട രീതിയിലായിരിക്കണം വിശ്വസിക്കേണ്ടത്. ഒരാൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് വിശ്വാസം എടുത്തതെങ്കിൽ മറ്റൊരാൾ പറഞ്ഞാൽ അങ്ങോട്ട് ചായാനും സാധ്യതയുണ്ട്, വേറൊരാൾ പറഞ്ഞാൽ ഇങ്ങോട്ട് ചായാനും സാധ്യതയുണ്ട്. അപ്പോൾ ഒരാളുടെ വാക്കിലായിരിക്കരുത് അഖീദയുടെ കാര്യം നാം മനസ്സിലാക്കേണ്ടത്. എന്തായിരിക്കണം? നമ്മുടെ ഈ അള്ളാഹു നമുക്ക് അനുഗ്രഹിച്ച് നൽകിയതായിരിക്കുന്ന ബുദ്ധി ഉപയോഗപ്പെടുത്തിയിട്ട് ഇത്തരം കാര്യങ്ങൾ നാം മനസ്സിലാക്കി ഉറപ്പിച്ചിരിക്കണം. അതാണ്. അത് തഖ്ലീദ് പാടില്ല. ഇൽഹാം കൊണ്ടും എല്ലാവർക്കും കിട്ടൂല, ഉറപ്പന്നെയാണ്. പിന്നെ ലോകത്തുള്ള എല്ലാ ആളുകൾക്കും പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കൂല. ഞാൻ ചോദിക്കട്ടെ പിന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനെക്കുറിച്ചുള്ളായിരിക്കുന്ന തെളിവുകളൊക്കെ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അങ്ങനെ വളരെ ഇതായിട്ടല്ല അള്ളാഹു തആല വെച്ചിരിക്കുന്നത്. ഉദാഹരണം പറയാം, പിന്നെ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യം തന്നെയാണ്. ചിന്തിച്ചാൽ മനസ്സിലാവുന്നു, ഒരു ബുദ്ധിയുള്ളവൻ ചിന്തിച്ചാൽ മനസ്സിലാവുന്ന രൂപത്തിലാണ് അള്ളാഹു തആല എല്ലാ തെളിവുകളെയും സ്ഥാപിച്ചത് എന്നുള്ളത് സത്യമാണ്. അത് യാതൊരു സംശയമില്ല. പക്ഷേ ഒരാളിപ്പോൾ ഒരു റൂമിനുള്ളിൽ അടച്ചിട്ട്, ഇരുട്ടുള്ള റൂമിനുള്ളിൽ അടച്ചിട്ട് അങ്ങനെ 1 or 2 ദിവസം അയാൾക്കിപ്പോൾ ആ റൂമിനുള്ളിലേക്ക് ഒരു വെളിച്ചം വരുന്നില്ല, വെളിച്ചത്തിന്റെ യാതൊരു അംശവും ഇല്ല. അങ്ങനെ അയാൾ ഇപ്പോൾ സമയം എത്രയാണെന്ന് അറിയാൻ പറ്റും. ഇപ്പോൾ രാവോ പകലോ എന്ന് ചോദിച്ചാൽ അയാളോട്, ഇപ്പോൾ രാവാണോ പകലാണോ എന്ന് ഈ ഇരുട്ടറയിൽ അടച്ചിടപ്പെട്ടായിരിക്കുന്ന വ്യക്തിയോട് ചോദിച്ചാൽ പക്ഷേ അയാളെന്ന് പറയും ഇരുട്ടുകൊണ്ട് രാത്രിയാണെന്ന് പറയും. അയാൾ സമ്മതിക്കൂല, രാത്രിയാണ്. കാരണം എന്തുകൊണ്ട്? ഒരു വെളിച്ചം അയാൾ റൂമിലേക്ക് വരുന്നില്ല, പരിപൂർണമായ ഇരുട്ട്. അയാൾ അതിൽ ഉറച്ചു നിൽക്കുകയാണ്, ഇത് രാത്രി തന്നെ ആകുന്നു. പക്ഷെ അയാളെ ഒന്ന് തുറന്നു വിട്ടിട്ട് പുറത്തേക്ക് ഇറക്കിയാൽ അയാൾ സൂര്യൻ എവിടെ കാണാൻ, പക്ഷേ നടുമധ്യത്തിൽ നല്ല നട്ടുച്ചയായിരിക്കും. അയാൾ ആ റൂമിൽ നിന്ന് പുറത്തിറക്കിയാൽ തന്നെ അയാൾക്ക് ബോധ്യപ്പെടും എന്ത്, നല്ല നട്ടുച്ചയാണ്, പറയുന്നത് രാത്രിയാണെന്നുള്ളത് എനിക്ക് തോന്നിയതായിരുന്നു. അപ്പൊ എന്താണ്? ഇതിപ്പോ അയാൾക്ക് വിശ്വസിക്കാൻ നിർബന്ധമല്ലേ? അയാൾ ആദ്യത്തെ വിശ്വാസം എന്തായിരുന്നു? രാത്രിയാണെന്നുള്ള വിശ്വാസം അയാൾ തിരുത്താൻ നിർബന്ധിതനായി. എന്തുകൊണ്ട്? സൂര്യൻ ഒത്ത നടുവിൽ സൂര്യനെ കണ്ടതുകൊണ്ട് പകൽ സമയമാണെന്ന് അയാൾക്ക് വിശ്വസിക്കാൻ നിർബന്ധിതനായി. ഇതുപോലെ അള്ളാഹു തആല തെളിവുകളൊക്കെ അങ്ങനെ എല്ലാവർക്കും പിന്നെ പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റിയ രൂപത്തിൽ അള്ളാഹു തആല വെച്ചിട്ടില്ല. കുറച്ചൊന്ന് ചിന്തിക്കണം. ഏത് തെളിവ് അങ്ങനെ തന്നെയാണ്. എന്തിനു വേണ്ടി വെച്ചാൽ നമ്മുടെ ബുദ്ധി ഉപയോഗപ്പെടുത്തി നാം ചിന്തിച്ച് മനസ്സിലാക്കിയ ഈമാനാണ് പവറുള്ളത്. അതുകൊണ്ട് മാത്രമേ ഒരാൾക്ക് പരിപൂർണത ഒരാൾക്ക് അവകാശപ്പെടാൻ സാധിക്കുള്ളൂ. അതുകൊണ്ട് പ്രതിഫലം ലഭിക്കുള്ളൂ, അവരെ പ്രശംസിക്കാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് എല്ലാവർക്കും ഒരൊറ്റ നോട്ടത്തിൽ തന്നെ എല്ലാ തെളിവുകളും പെട്ടെന്ന് മനസ്സിലാവുന്ന രൂപത്തിലല്ല അല്ലാഹു തആല വെച്ചിരിക്കുന്നത്. മനസ്സിലായില്ലേ? എന്തിനു വേണ്ടി വെച്ചാൽ ജനങ്ങളെ ഹക്ക് വിശ്വസിക്കുന്നതിന് മേൽ നിർബന്ധിക്കലായി പോകും. അങ്ങനെ നിർബന്ധമില്ല. ആ ഹക്ക് വിശ്വസിക്കുക എന്നുള്ളത് ഒരാൾ എന്താണ്, യാതൊരു ഒഴിവുകയുമില്ലാതെ അയാൾക്കത് നിർബന്ധമായി വിശ്വസിക്കേണ്ടി വരുന്ന രൂപത്തിൽ. അപ്പം അങ്ങനെ വിശ്വസിക്കുമ്പോൾ അയാൾക്ക് എന്തുണ്ടാവില്ല, അയാൾക്ക് പ്രതിഫലം അതിനുമേൽ പ്രതിഫലം അയാൾക്ക് ലഭിച്ചോണമെന്നില്ല, ഒരു പൂർണ്ണത ലഭിച്ചോണമെന്നില്ല. ഇതൊക്കെ പിന്നെ ഇങ്ങനത്തെ അവസ്ഥാവിശേഷമായി പോകും. മനസ്സിലായില്ലേ? അപ്പൊ അതുകൊണ്ട് ചിന്തിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ ഉള്ള തെളിവാണ് അല്ലാഹു തആല ഈ ലോകത്ത് വെച്ചിരിക്കുന്നത് എന്ന് മനസ്സിലാക്കേണ്ടത്. അതുപോലെ തന്നെ വളരെ കടുപ്പുള്ളതുമല്ല, വളരെ കടുപ്പുള്ള രൂപത്തിൽ അല്ലാഹു തആല തെളിവുകൾ ഇവിടെ വെച്ചിട്ടില്ല. കുറച്ചൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ സാധിക്കുന്ന തെളിവുകളാണിത്. മനസ്സിലായില്ലേ? അപ്പൊ എന്തുകൊണ്ട് അല്ലാഹു തആല എല്ലാവർക്കും മുസ്ലിങ്ങളാക്കിക്കൂടെ, എല്ലാവർക്കും തിരിയുന്ന രൂപത്തിൽ രണ്ടും കൂട്ടിയാൽ 4 എന്നുള്ള രൂപത്തിൽ അല്ലാഹു തആലാക്കി ഇവിടുത്തെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും വെച്ചുകൂടെ ചോദിച്ചാൽ അതിൽ ആ ചോദ്യത്തിന് അർത്ഥമില്ല. എന്തുകൊണ്ട്? അങ്ങനെ എല്ലാവർക്കും മനസ്സിലാവുന്ന രൂപത്തിൽ അല്ലാഹു തആല വെക്കാതിരുന്നത് ചിന്തിച്ച് മനസ്സിലാക്കി കാര്യങ്ങളൊക്കെ ഗ്രഹിച്ചെടുത്തിട്ടുള്ള വിശ്വാസമായിരിക്കും നമുക്ക് വേണ്ടത്. അപ്പോഴേ നമുക്ക് പ്രതിഫലമൊക്കെ ലഭിക്കുകയുള്ളൂ. മനസ്സിലായില്ലേ? ഇങ്ങനെയുള്ള ഒരു ഹിക്മത്താണ് ഇതിന്റെ പിന്നിലുള്ളത് മനസ്സിലാക്കുക. ചുരുക്കം പറയുകയാണെങ്കിൽ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറഞ്ഞത് 5 രൂപത്തിൽ നിന്ന് 4 രൂപത്തിലും ഇൽമുൽ അഖീദ പഠിക്കാൻ പറ്റൂല. ചിന്ത എന്ന് പറയുന്ന ഒരു പ്രത്യേകമായ രീതിയിൽ നാം ചിന്തിച്ച് മനസ്സിലാക്കി സത്യത്തിലേക്ക് എത്തിയിട്ട് നാം സ്വയം നമ്മുടെ ഹൃദയത്തിന് ബോധ്യപ്പെട്ട രീതിയിൽ നാം വിശ്വാസത്തിലേക്ക് കടക്കണം. എങ്കിലേ നമ്മുടെ വിശ്വാസത്തിന് ഒരു ഉറപ്പുണ്ടാവുകയുള്ളൂ. അല്ലാതിരുന്നാൽ ആരെങ്കിലും സംശയിപ്പിച്ചാൽ നമ്മുടെ വിശ്വാസം ഇളക്കം തട്ടിപ്പോയി നമ്മുടെ വിശ്വാസം നഷ്ടപ്പെട്ട് കുഫ്രിയത്തിലേക്ക് നീങ്ങിപ്പോകും. അത്തരം ഒരു അവസ്ഥ ഉണ്ടാവരുത് എന്നാണ് മഹാനായ മുസന്നിഫ് റഹിമഹുല്ലാഹ് പറയുന്നത്. ഇൻഷാ അല്ലാഹ് ഇതിന്റെ ബാക്കി ഭാഗം നാളെയും കൂടി നമുക്ക് എടുക്കാനുണ്ടാകും. അപ്പോൾ അവൻ പൂർണ്ണമായി പറയാം. പക്ഷേ ഇവിടെ തെറ്റിദ്ധരിക്കരുത്, ഇത് മുസന്നിഫ് റഹിമഹുല്ലാഹ് ഇബ്നു അറബി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഖൗൽ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന കാര്യമാണ്. മുഅ്തമദ അഭിപ്രായം തഖ്ലീദ് മുഖേന ഒരാൾ
വിശ്വസിച്ചാൽ അവൻ്റെ വിശ്വാസം ശരിയാകും എങ്കിലും കുറ്റക്കാരനാകും എന്നുള്ളതാകുന്നു മൊത്തം അഭിപ്രായം കൂടി എന്ന് മനസ്സിലാക്കിയിട്ട് ഇതൊരു ഭിന്ന ഭീഷണമാണെന്നുള്ള കാര്യം ആരും മറന്നു പോരുതെന്ന് അറിയിച്ചുകൊണ്ട് തൽക്കാലം ഇന്നത്തെ ക്ലാസ് ഇരിക്കുന്നവരെന്നുള്ള ഉദ്ദേശം ഇവിടെ മുക്കല്ലഫാണ്. അപ്പോൾ എല്ലാ മുക്കല്ലഫിൻ്റെ ഹൃദയത്തിലും അത് പിന്നെ അള്ളാഹു ഇട്ട് കൊടുക്കണ്ടേ, ഇൽഹാം മുഖം എല്ലാവർക്കും മനസ്സിലാവുമെങ്കിൽ അത് കാണും.